ഹലോ. അപ്പൊ ഉണ്ണി ക്ലീനിങ് തുടങ്ങി കേട്ടോ. അടിക്കല്, തുടയ്ക്കല്, പാത്രം കഴുകല്, ചോറ് വെക്കല്, കറി വെക്കല് എല്ലാം വീടിന്റെ ഒരു ഓൾ ഇൻ ഓൾ നവഡീസ് ഞാനാണ്. അതിപ്പോ ഒരു 3 ദിവസമായിട്ട് ഒരു 1 വീക്ക് ആയിട്ട് ഇപ്പൊ ഉണ്ണിമയാണ് ഈ കുടുംബം ഭരിക്കുന്നത് കേട്ടോ. കണ്ടോ, അതിൻ്റെതായ ഭാവവ്യത്യാസങ്ങളൊക്കെ ഫേസിലുണ്ട്, എന്തൊക്കെയോ ചെയ്യുന്നു എന്നുള്ളത്. പക്ഷെ ഞാൻ പറയട്ടെ, ഒരു രക്ഷയിലാളുടെ ഫുഡേ എന്താ വെച്ചാ എനിക്കിപ്പോ ഇൻട്രസ്റ്റ് ആട്ടോ ഉച്ചക്ക് എന്ത് കഴിക്കാന്നുള്ളത്. കാരണം എന്താളും ഉണ്ടാക്കിയിരിക്കണം എന്നുള്ളത് ഭയങ്കരമായിട്ടൊരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ കിച്ചണിലേക്ക് പോകും. അപ്പൊ നമ്മളുടെ സഹായത്തിന് വരുന്ന ആള് 2-3 ദിവസമായിട്ട് വരുന്നില്ല കേട്ടോ. അവർക്ക് വേറെ എന്തൊക്കെയോ ഒരു കാര്യമായിട്ട് ലീവ് എടുത്തിരിക്കുകയാണ്. എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കേട്ടോ ഞാനും. അപ്പൊ ഉണ്ണി പറഞ്ഞു, മമ്മി ഞാൻ കുക്ക് ചെയ്യാന്ന്. അപ്പൊ എനിക്ക് ആദ്യമൊന്നും വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ആള് പൊളിച്ചു എന്ന് പറഞ്ഞാൽ പൊളിച്ചു, ഒരു രക്ഷ. ഇരുന്ന് വെള്ളം കുടിക്കുമ്പോ തന്നെ. അപ്പൊ ആദ്യം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇനി ഞങ്ങൾ കുക്ക് ചെയ്യുന്നൊക്കെ കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇന്നത്തെ ഡിഷസ്. ഇന്ന് ഒരുപാട് ഡിഷസ് ഒന്നും ഇല്ല, കാരണം ഞങ്ങൾക്ക് ഒറ്റപ്പാലം പോകണം. പിന്നെ ഇന്ന് ഞങ്ങൾ തട്ടിക്കൂട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ഇതിന് മുൻപ് ഉണ്ണി കുക്ക് ചെയ്ത് ഞാൻ ജസ്റ്റ് സൈഡിലൊന്ന് കൊടുക്കാം കേട്ടോ. 3-4 സാധനങ്ങളൊക്കെ കുക്ക് ചെയ്യും. സാലഡൊക്കെ എന്ത് ടേസ്റ്റ് ആച്ചിട്ടാ, നല്ല ഇതാ. പിന്നെ മമ്മിയുടെ കൈപ്പുണ്യൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉണ്ണി. ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ അവൾക്ക്. അവൾ ഉണ്ടാക്കുന്നൊന്നും ശരിയാവണില്ല. എത്ര നേരം ആ ഫോണിന് ഒരു പ്രശ്നവുമില്ല. ഇപ്പൊ ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി, അത് കിടന്ന് അടിക്കാൻ തുടങ്ങി. എന്താ ബാവേ? ഉള്ളത് മതി കുഞ്ഞാവേ, ബാക്കി നമുക്ക് ഒന്ന് പുറത്തു പോകുമ്പോ വാങ്ങിക്കാം. ആ ശരി. ഉണ്ണി അടിച്ചു ഒക്കെ വാരി തുടക്കട്ടെ, അപ്പോഴത്തേക്ക് ഞാൻ കുളിച്ചിട്ട് വരാം. എന്നിട്ട് ഉണ്ണിയുടെ അസിസ്റ്റന്റ് ആണ് കേട്ടോ ഞാനിന്ന് കുക്കിങ്ങില്. ഞാന് എന്താ പറയാ, ഇന്ന് എനിക്ക് കുറച്ച് കുഴപ്പമില്ല കേട്ടോ. ഇന്ന് ഞാൻ ഓക്കെയാണ്. എങ്ങനെ അസിസ്റ്റന്റ് ആക്കാണെന്ന് അറിയോ? മമ്മി കുക്കിംഗ് മാത്രമേ ചെയ്യുള്ളൂ, ബാക്കി എല്ലാം ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. കടുക് എടുക്കുക, അരിയിൽ കട്ടിംഗ് ഒക്കെ മമ്മി ചെയ്യും. എപ്പോ, ഏത് കാലത്ത്? കട്ടിംഗ് ഒക്കെ അതൊക്കെ ചെറുപ്പത്തിലുള്ള കാര്യം പറയുന്നത്. കട്ടിംഗ് ഒക്കെ മമ്മി ചെയ്യും. ക്ലീൻ ചെയ്യല്, ഇതെടുത്തിട്ടോ, കറിവേപ്പില പൊട്ടിച്ചിട്ടോ, തേങ്ങ ചെരുവ ഒക്കെ ഞങ്ങളെ കൊണ്ടാ ചെയ്യും. ഞാൻ കാണിച്ചത്. കറിവേപ്പില പൊടിച്ചിട്ട് വരാൻ കടുകെടുക്കാനും പണിയില്ല, നിങ്ങൾക്ക് അറിയാലോ. ബാക്കിയുള്ളതിനല്ലേ പണി, പൊട്ടത്തി. നിന്ന് ഇളക്കാൻ എന്താ സുഖമല്ലേ. എന്നാ നീ നിന്ന് ഇളക്കുന്ന്, ഞാൻ ബാക്കിയൊക്കെ ചെയ്തുതരാം. 2 ദിവസം കുക്ക് ചെയ്തപ്പോ റെഡി ആയതിന്റെ അഹങ്കാരാണ് കേട്ടോ. പിന്നെ എന്താ, ആദ്യമൊക്കെ ഞാൻ പറയും വെച്ച് കഴിച്ചോളടി, എന്താ വെച്ചാന്ന്. ഇപ്പൊ പറയണ അങ്ങളൊക്കെ വെച്ച് കഴിച്ചോളൂ. 2 ദിവസം ഞങ്ങക്ക് കറക്റ്റ് ആയിട്ട് ഉച്ചക്ക് ഫുഡ് തന്നു കേട്ടോ. രാത്രി ആകുമ്പോഴത്തേനും ആ ഫുഡ് തികയില്ല. അപ്പൊ ഞങ്ങള് ചോദിക്കും, ഞാനും ഭാവിയും കൂടി, അമ്മ രാത്രിക്ക് എന്താണ് ചോദിക്കും. നിക്കട്ടോ, കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. പോയി വല്ലതും ഓർഡർ ചെയ്ത് കഴിക്കുന്നടി, എന്നെ കൊല്ലാണ്ടായിരുന്നു. പണ്ട് മമ്മി പറയും എന്താ, ഞാൻ ഒന്നും ഉണ്ടാക്കി തരില്ല, നിങ്ങൾ എന്താ ഉണ്ടാക്കി കഴിച്ചു എന്ന് പറയുമ്പോ നമുക്കൊരു ടെൻഷനാണ്. ഈശ്വര, മമ്മി ഉണ്ടാക്കിയിരിക്കും, നമുക്കൊന്നും ഉണ്ടാക്കാനും അറിയില്ല, എന്താ ചെയ്യാ കർത്താവ്യെന്ന് വിചാരിച്ചു. പക്ഷെ ഇപ്പൊ എനിക്കതൊന്നും ഒരു പേടിയല്ല. ഇപ്പൊ ഞാൻ പറയും, ഓക്കെ ശരി, ഞാൻ എനിക്കുള്ളത് മാത്രം ഉണ്ടാക്കി കഴിച്ചോളാം. ബിക്കോസ് ഐ കോൺഫിഡന്റ് നവഡേയ്സ്. ഞങ്ങളിൽ 2 ദിവസം സത്യം പറഞ്ഞ ഫുഡ് നന്നായിന്ന് പറഞ്ഞതുകൊണ്ട് മാത്രാണ് ആള്. അതിൽ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു, ഞങ്ങളതൊക്കെ വിഴുങ്ങി. എന്നിട്ടാണ് ചട്ടിയും കൂടി ഇല്ലാണ്ട് കഴിച്ചത്. വേറെ വഴിയില്ലല്ലോ, വേറെ ഒന്നും ഇല്ലല്ലോ. അല്ലാട്ടോ, വെറുതെ പറഞ്ഞു. നന്നായിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് പറഞ്ഞ, ഒരു പുകമണ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ മൺചട്ടിയില് ഉണ്ണിക്ക് വെച്ചുള്ള ശീലമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഒരു ചെറുതായിട്ട് ഒരു ഇതായിരുന്നു. അത് ഒരുപാട് ഇങ്ങനെ എടുത്ത് പറയാനുള്ളൊന്നുമില്ല, ചെറുതായിട്ട്. അല്ലാതെ വേറെ എല്ലാം കറക്റ്റ് ആയിരുന്നു. 100%, 100-ൽ 100 മാർക്ക് തരുന്നു പപ്പ പറയും പോലെ. പപ്പ പറയും, കുഞ്ചൂസേ മക്കളെ നോക്കണേലാണൊക്കെ ഞാൻ 100-ൽ 100 മാർക്ക് തരുന്നു. ഇത് വിറ്റ് ഇങ്ങനത്തെ ചെകണയിലെന്താണെന്ന് ആൾക്കറിയില്ലല്ലോ, ശരിക്കും അറിയില്ല. അതെ. കാരണം ഞാനല്ലേ ഇവരുടെ കൂടെ കൂടുതലുള്ളത്. അതുകൊണ്ട് ഇവരുടെ നെഗറ്റീവും പോസിറ്റീവും എനിക്കറിയാം. പപ്പ നാട്ടിൽ വരുമ്പോൾ ആ 2 മാസത്തെ കാര്യം വെച്ചിട്ടാണ് പറയുന്നത്. അത് പപ്പ പോയി കഴിഞ്ഞാൽ ഒരു സ്വഭാവം മാറ്റും. പപ്പ ഉള്ളപ്പോഴാണ് ശരിക്കും. എന്നിട്ട് അമ്മ എന്നോട് ചോദിക്കും, ഇത്രയും നാള് നല്ല കുട്ടികളായിട്ട് ഇരുന്നിട്ട് എന്തിനാടി ഒരാള് വരുമ്പോ എങ്ങനെയാവണത്? ആ സ്റ്റെയർ കേസ് സാധനങ്ങളൊന്നും സെറ്റ് ചെയ്ത് വെക്കും മോനെ, നേരെ വെക്ക്. ഈ സാധനം ഇന്നും ഇറക്കി താഴേക്ക്, ഏറ്റവും താഴെയാണത്. ഓക്കെ, അതിന്റെ ഒട്ട് താഴേക്ക് ഒന്ന് നോക്കി. കറക്റ്റാ? പിന്നെ ആ ഒരു സാധനം കാണിച്ചു കൊടുക്കുക ഉണ്ണി. ഞാനൊരു സാധനം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, കീ ചെയിന് കാര്യങ്ങളൊക്കെ തൂക്കാൻ. പിന്നെ നമുക്ക് അത്യാവശ്യം ഫേസ് വാഷ് കാര്യങ്ങളൊക്കെ വെക്കാം കേട്ടോ. ഇതാണ്ടോ, രസല്ലേ?
ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. നമുക്ക് കീ ചെയിന് കാര്യങ്ങൾ അതുപോലുള്ളത് വെക്കാൻ ഇപ്പൊ നമുക്ക് ഇതുപോലെ ഉണ്ടോ. ഇതൊക്കെ ഇവരുടെ എന്തൊക്കെയോ ഇതൊക്കെ ഡെക്ടോളൊക്കെയാണ്. ഇവർ എന്തൊക്കെയോ ഭയങ്കര ഹൈജീൻ പിള്ളേരാണല്ലോ. പിന്നെ നമുക്ക് പേസ്റ്റ് അത്യാവശ്യം ഇപ്പൊ നമുക്ക് നമുക്കിപ്പോ ഇത് അപ്പൊ അത്യാവശ്യം നമുക്കിപ്പോ ഒന്ന് ബ്രഷ് രാത്രിയൊക്കെ ഒന്ന് ബ്രഷ് ചെയ്യണം വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു പേസ്റ്റും ബ്രഷൊക്കെ ആയിട്ടൊക്കെ ഇവിടെ വെക്കാം. അങ്ങനെയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. നമ്മൾ മിററിന്റെ അവിടെ സെറ്റ് ആക്കിയിട്ട്. ഓക്കെ, ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വീട് വൃത്തിയാക്കാൻ നീതു കൃഷ്ണനെ കഴിച്ചിട്ടേ ബാക്കി ഒരാളുള്ളൂ. അതിൽ ഇതുണ്ട്, ഇത്രയും ക്ലീൻ ആയിട്ട് അടിച്ചമേൻ അടിച്ചിട്ടാണ് ഒരിടത്ത് ഒരു കുപ്പ പൊടി ഒന്നും ഉണ്ടാവില്ല. എന്താ വെച്ചാൽ അത്രയും നീറ്റായിട്ടതാ. ദിവസം നമ്മൾ അടിച്ചു വാരി തുടക്കുകയാണെന്ന് വെച്ചാലും അപ്പൊ കാറ്റുകാലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നന്നായിട്ട് പൊടി ഉണ്ടാവും. പക്ഷെ അതിനെ കരുക് മുക്ക് ചേർത്തി അടിച്ച് അതെ അത് ഇത്രയും എന്തൊക്കെ പറഞ്ഞ വേറെ ആരടിച്ചു തുടച്ചാലും അവൾക്ക് ഇഷ്ടാവൂല കേട്ടോ. ഞാനും ഉണ്ണി അരികും മൂക്കും അതുപോലെ വാക്കുട്ടി അങ്ങനെ തന്നെയാണ്. പക്ഷെ വാക്കുട്ടി പിന്നെ ചെറിയ ആളല്ലേ, അപ്പൊ അതുകൊണ്ട് അവളിനെ അങ്ങനെ ഞങ്ങൾ ചീക്കാറില്ല. പക്ഷെ അവൾ അത്യാവശ്യം അവളിനെ ഏൽപ്പിച്ചു കൊടുത്താൽ നന്നായിട്ട് കറക്റ്റായിട്ട് വീട് വൃത്തിയാക്കിയിടും. അതെനിക്ക് എപ്പോഴും മനസ്സിലായിച്ച ഞങ്ങൾ എപ്പോഴും മനസ്സിലായിച്ച ഞാനും ഉണ്ണിയും കൂടെ നമ്മൾ ഉണ്ണിയുടെ കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് എറണാകുളത്തായിരുന്നല്ലോ. ഒരു മാസം നമ്മൾ അവിടെ ആയിരുന്നല്ലോ. അപ്പോൾ ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ വീട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു വാക്കുട്ടി. എവിടെയും ഒരു ഇതുമില്ലാതെ മെസ്സൊന്നും ഇല്ലാണ്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി അവൾക്ക് എല്ലാ കഴിവും ഉണ്ട്. പക്ഷെ ഞങ്ങള് ഉള്ളതുകൊണ്ട് അവൾ അങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാറില്ല എന്നേ ഉള്ളൂ കേട്ടോ. ചെയ്യിക്കില്ല എന്നാണ്. ഇനിയിപ്പോ ഈ ഒരു സാമിയുടെ ആ ഭാഗം ഒന്ന് വൃത്തിയാക്കണമെന്ന്. അപ്പൊ ഞാനത് വേഗം പോയി കുളിച്ചിട്ട് വന്നിട്ട് നമുക്ക് അവിടെ വൃത്തിയാക്കാം. പിന്നെ അവിടെയൊക്കെ ഒന്ന് കഴുകി വിടുമാണ് കേട്ടോ. ഓക്കെ, എന്ത് ചെയ്യണേ? മറ്റേ കാർ വാഷിന്റെ സാധനം എടുത്ത് ഉള്ളിക്ക് വെച്ചോ. ഈ ഡോറ് തുറന്നിട്ട് പോന്നെ ഇന്ന് ഈ ഒരു ഡോർ അടച്ചിട്ട്. എനിക്ക് ഈ ഒരു ഡോർ ഇങ്ങനെ തുറന്നിട്ടാണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുഞ്ഞാ ഈ ഡോറൊന്ന് തുറന്നിട്ടേ പൊന്നാ. ഒരു മിനിറ്റ്. ആ ചേച്ചി എനിത്തിടിയും മാതൃഭാഷയാണ്. ഒരു മിനിറ്റ്. അപ്പൊ എന്നും പറയും എന്തടി വെച്ച എന്തെങ്കിലും പറഞ്ഞ അപ്പൊ ഒരു മിനിറ്റ് പറയണെന്ന്. ചോരി എന്താണ് കോലെന്ന് തൊടേന്ന് തോല് എന്തോ പറയും. തൊടേന്ന് തോല് വലിച്ചെടുക്കുന്ന തൊടേന്ന് എന്തോ ചോര വലിച്ചെടുക്കുന്ന തോല് വലിച്ചെടുക്കുന്ന എന്തോ പറയും. അപ്പൊ നമ്മളുടെ ചെരുപ്പ് അത് തുടക്കാൻ ഞാനൊരു സാധനം തരട്ടെ സാധനം കൊട്ടണത്. ഇതിന്റെ അപ്പുറത്തെ പോ കുഞ്ഞിന് അടുക്കളയിലുണ്ട്. അതൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കിട്ടോ ഉണ്ണി. ചെരുപ്പുകളൊക്കെ ഒരു കവറിലാക്കി വെച്ചാൽ മതി. സിപ്ലോ കവറിലേ. അപ്പൊ ഇത് ഇവിടെ വെച്ചിട്ടില്ലേ. പിന്നെ ഇവരവിടെ ഇവിടെയും കൊണ്ടിടും കേട്ടോ. ആ സോക്സ് ഒക്കെ കഴുകാട്. അങ്ങനെ ഇവിടെയും ക്ലീൻ ചെയ്ത് തുടച്ച് വൃത്തിയാക്കില്ല. ആ സാധനം ഞാൻ പറഞ്ഞ ബാഗ് അന്ന് വെച്ചതാണ്. അത് കഴുകിയിട്ടില്ല കേട്ടോ. അതൊന്ന് കഴുകിയിട്ട് വെയിലത്ത് വെക്കണം. ഇനി കുറച്ച് ദിവസമായിട്ടേ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂ. മേലൊക്കെ അങ്ങനെ നീര് വന്നിട്ട് ഒരു സുഖമില്ല കേട്ടോ. എന്തായാലും എത്രയും വേഗം ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകണം. ഞാനും അതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താ എത്രയൊക്കെ നമ്മൾ മനസ്സ് നോക്കി ആക്കിയാലും ശരീരം കൂടെ ഇതാകുമ്പോൾ എനിക്കങ്ങോട്ട് ദേഷ്യം വരും എല്ലാം കൂടെ. ഈ ഷൂ ഒന്ന് കഴുകിയിട്ട് വെക്കുണ്ണി. കണ്ടോ പുതിയ ഷൂ ആണ്. ഇനി 2 വട്ടം ഇട്ട് അതിന് വലിച്ചെറിയും. എന്നിട്ട് ഇനി പുതിയ ഷൂ എവിടേക്ക് മുമ്പ് പുതിയ ഷൂ വാങ്ങിത്താ പറയും. ചേച്ചി അനിത്യ അങ്ങനെ തന്നെ. മറ്റുള്ള ഷൂ കണ്ടാൽ തിരിച്ചറിയില്ല. അങ്ങനെയൊക്കെ ചെയ്യട്ടെ അല്ലേ. പിന്നെ നമ്മളതിലൂടെ പറഞ്ഞു നിങ്ങളെ ഞാൻ എന്താണ് ഇവിടെ ഉപദ്രവിക്കണത്? ഉപദ്രവം മാത്രമേ ഉള്ളൂ. അതെ, ഇത് നിങ്ങൾ കമന്റ് ചെയ്യൂ കേട്ടോ. ഇവരുടെ ഒരു ഈ ലൈഫ് ഞാൻ ഇവരിനെ എന്തെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ടോ ലൈഫിൽ എന്ന് നിങ്ങൾ. വീട്ടില് റബൽ കിഡ് എത്തിയിട്ടുണ്ട്. ഹേ കിഡ്, ഹായ് ഹായ്, ഹൗ ആർ യു? ഹൗ വാസ് ദ കോളേജ് ടുഡേ? നിന്റെ തല അതുപോലെ കൊണ്ടുവരാലോ. കൊറേ സാധനങ്ങളുണ്ടോ? സുഖമായിട്ട് കൊണ്ടുവരാൻ പറ്റില്ലേ? മെല്ലെ വന്നാ പോരെ. അമ്മ ഡിക്കിൽ വെക്കണ്ടാന്ന്. മമ്മി മമ്മി സംഭവണ്ടേ. ഞാൻ അതില് വെള്ളം അവിടെ തന്നെ ബോട്ടിൽ മേടിക്കത്. കുറച്ച് കുടിച്ചിട്ട് ബാക്കി ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ചു. ആളതിന് മുകളിൽ കൂടെ വെള്ളം വെച്ചിരിക്കുക. അതെ, അപ്പൊ ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം. നീ എന്ത് മപ്പാണ്? ആള് ഒഴിച്ചു കളയില്ലേ വെള്ളം. മാറ്റി വെച്ച വെള്ളത്തിന് ഞാൻ കുറച്ച് മൂട് പോയി കേറി വാടി. നല്ല സന്തോഷത്തിന് വിളിക്കാന്ന് വിചാരിച്ച കേറി വാടി. ഇത് സ്വത്തുമണി വന്നിട്ടുണ്ടല്ലോ. എന്താ ഇളനീര് വെള്ളം വാങ്ങിച്ചില്ല? ഇതെന്താ അതെ വെട്ടാതെ വാങ്ങിട്ട് വന്നിരിക്കുന്നത്. വെള്ളം കുടിക്കില്ല നമുക്ക് വേണ്ടത്. കണ്ടിശ്ശേരി ബോട്ടിൽ കേട്ടത്. എന്താ ഉച്ചക്ക് വിട്ടത്? ഉച്ചക്ക് എന്താ സ്കൂൾ വിട്ട്? ഉച്ചക്ക് എന്താ ബ്ലോക്ക് ഉണ്ടാവും ഇത്ര. ഇന്നെന്താ സംഭവം? ഞങ്ങൾ ഒറ്റപ്പാലം പോണോണ്ടിരിക്കണ്ടല്ലോ.
എല്ലാരും വിട്ടിട്ടുണ്ട്. ഇന്ന് എന്താ സംഭവം? എന്താ മോൻ കണ്ടോ? ഞാൻ കുടിച്ചല്ലോ. നിനക്ക് എന്താ മാമി വയ്യേ? ഇത് നോക്കി നോക്കി. നമ്മൾ എപ്പോഴും ഇങ്ങനെ ബോട്ടിൽ 2, 3, 4 അവിടെ തന്നെയാണ് ബോട്ടിലെടുത്തത്. എനിക്കണ്ട കേട്ടോ, ഞാനും മമ്മിയോട് ഈ മണ്ടി ഞാൻ ആട്ടി വിടണേ. മമ്മി ആളിത്തിരി പച്ചക്കറി തുടങ്ങിയിട്ട് തോന്നുന്നു. നമ്മൾ എന്നൊരു നാളേര് വെള്ളം വാങ്ങിക്കൂട്ടോ. അപ്പൊ ആ ഒരു അമ്മച്ചാണ് കഴിഞ്ഞ വട്ടം 3 ഒഴിച്ചിട്ടില്ലേ, പകുതി ഉള്ളൂ, ആ ബോട്ടിലുള്ളൂ. അപ്പൊ അപ്പൊ ഈ കാണണമെന്നില്ല അത് ഒഴിക്കണമെന്നും. ഒഴിക്കുമ്പോ അത് കാണും. ആള് തേങ്ങ കൂടുതലുള്ള എടുത്തിരിക്കുക. ഇപ്പൊ ഒരു വളരെ സങ്കടമുള്ള ഒരു കാര്യമായിട്ട് അത് എടുത്ത് കാണിക്ക്. അവിടെയുള്ള ബോട്ടിൽ തന്നെയാണ് നമ്മൾ മേടിക്കുക. എന്നിട്ട് എന്താ അവര് വെള്ളം ഒഴിച്ച് കളയും. അപ്പൊ ഞാൻ ഒഴിക്കുന്നതിന്റെ ഇടയിൽ ഇത്തിരി കുടിക്കാൻ വേണ്ടി മേടിച്ചു. ഇത് കുറച്ച് കുടിച്ചിട്ട് ബാക്കി അതിൽ വെച്ചു. ബാക്കി ഇത്ര വെള്ളം ഉണ്ടായിരുന്നു. ആളത് ഒഴിച്ച് കളയണ്ട, അതിന് മുകളിൽ കൂടെ കളഞ്ഞു വെള്ളം ഒഴിച്ചു. ഇപ്പൊ ഇളനീര് പച്ചവെള്ളം കലർത്തിയ പോലെ. എന്നിട്ട് ഞാൻ പറഞ്ഞു അതിന് വെള്ളം ഉണ്ടായിരുന്നു, അത് ഒഴിച്ച് കളഞ്ഞില്ലേ ചോദിച്ചു. ഈ വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, ഞാൻ കുടിച്ചോളാം, ആരും കുടിച്ചു. ഇങ്ങോട്ട് കാടിയും കൊടുത്തിട്ട് പോടി വിടുന്നത്. ഞാൻ കുടിച്ചു. ആള് പറഞ്ഞു, ഞാൻ ടേസ്റ്റ് വ്യത്യാസം ഒന്നും ഉണ്ടാവില്ല. ഞാൻ വെറുതെ നീ അവരോട് ആളിപ്പോ മണ്ടത്തിലും കാട്ടി. എന്നിട്ട് ഞാൻ എനിക്ക് ന്യായീകരിക്കണം പറഞ്ഞിട്ട് എന്താണ് ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയിട്ടൊന്നും പറഞ്ഞു. ഞാൻ കുറച്ച് ഇൻട്രോവേർട്ട് ആയി വരിക. എനിക്കല്ലേ അറിയുള്ളൂ എന്താ പെട്ട് എന്ത് പെട്ടെന്നുള്ളത് എനിക്കല്ലേ അറിയുള്ളൂ. ഈ ലോകത്തിന് തല്ലുണ്ടാക്കേണ്ട അത് എന്നോട് മാത്രമേ ഉള്ളൂ. 2 നാളിലേ ഉള്ളൂ, ഒരെണ്ണം കൂടി ഉണ്ട്. അത് ബാക്കി പച്ചവെള്ളം നിറച്ച പിന്നെ എങ്ങനെ അത് ആൾക്ക് അറിയാഞ്ഞിട്ടായിരിക്കും. കാരണം ആൾക്കല്ലേ നഷ്ടമല്ലേ പറയണത്. ശരി. ആ നാളെ ഉണ്ണി കുടിച്ചോ, ആ വെട്ടി കുടിച്ചോ. അത് അതൊക്കെ മറ്റേ ഇതിന്റെ ഇളനീരെവിടെ? അതാ മധുരില്ലാത്തത്. ആര് വെള്ളം കൂടുതൽ എന്നോട് വേണം പറഞ്ഞു. നീ കൊടുത്തോ? കണ്ടോ മോൻ കണ്ട കണ്ടോ ടെറാണ് ഇവിടെ കഴിക്കേണ്ട കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം വന്ന ഇവിടെ ടെറാണ്. കഴിക്കേണ്ട കാര്യത്തിലല്ല, ഇളനീര് ക്ഷീണം വരുവാ. വെള്ളം കുടിച്ചാ എന്താ സിക്സർ അടിക്കാൻ ഭാവിയിലൊന്ന് പൊട്ടി മമ്മി പറഞ്ഞ പോലെ മമ്മി പറഞ്ഞ പോലെ മമ്മി പറഞ്ഞ പോലെ വെച്ചിട്ട് 3 പൊട്ടിച്ച് കുഴപ്പമില്ല. ഞങ്ങൾക്ക് സന്തോഷമായിയോ 3 പൊട്ടി? മമ്മിക്ക് സന്തോഷമായി. ഞാൻ പറഞ്ഞു അപ്പോഴും പറഞ്ഞ ഉള്ളിൽ വെക്കാൻ. അപ്പൊ അങ്ങനെ കുലുക്കി കുലുക്കി പൊട്ടിച്ചിട്ടൊന്നുമില്ലേ? ആ പാൽക്കുപ്പിയോടെ എടുത്തിട്ട് പോകും. അങ്ങനെ ഡിക്കിൽ തന്നെ വെച്ചിട്ട് മെല്ലെ പോയി. പൊട്ടിയോ? അപ്പൊ പാൽക്കുപ്പി എടുക്ക്. അതില് പൊട്ടി വെക്കണുണ്ടോ? പാൽക്കുപ്പി കുറച്ച് കഴിഞ്ഞ് ഞാൻ ഇത് 2 കൂടെ ഒരു ജ്യൂസ് കുടിക്കും. എന്താണ് ഫുഡ് ചോദിച്ചു? മറ്റേ പറ. ചോറും കറിയും എല്ലാം ആയിട്ട് വന്ന് റെസ്റ്റ് ചെയ്യണം കേട്ടോ. എല്ലാ അടുക്കളയില് എല്ലാം ആയിട്ടുണ്ട്. ഇതാണ് ഇവിടെ കൂടുതൽ നടക്കാറ് കേട്ടോ. ഇവരൊക്കെ 2 ദിവസം ജോലി ചെയ്യുമ്പോഴേക്കും എന്താ അവർക്ക് വയ്യ, അവർക്ക് ക്ഷീണായി മയക്കായി. നമ്മൾ ഈ കാലാകാലം ചെയ്യണതിന് ഒരു പ്രശ്നവും ഇല്ല. 2 ദിവസത്തിന്റെ കുക്ക് ചെയ്തതിന്റെ ക്ഷീണമായി കാണുന്നത്. ഇന്ന് കഞ്ഞി കുടിക്കേണ്ട കാര്യം. അവിടെ കിടന്നോ ട്ടാ, അവിടെ കിടന്നോ. നീ പോടി. അപ്പൊ ഇവിടെ കുറച്ച് വൃത്തിയാക്കാനുള്ള ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും ഇത് വൃത്തിയാക്കട്ടെ. എന്തായാലും എനിക്ക് കുക്ക് ചെയ്യാൻ വയ്യാട്ടോ. എന്ന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഇന്നലെ രാത്രി തലവേദന വന്നു. എനിക്ക് മിണ്ടാതെ കിടക്കണം ശരിക്കും പറഞ്ഞു. ഇനി കിടന്നു കഴിഞ്ഞാൽ പിന്നെയും ശരീരമൊക്കെ നീര് വെച്ച് വേദന ഉണ്ടാവും. അപ്പൊ തന്നെ നമ്മുടെ ക്രിസ്മസ് അപ്പൂപ്പൻ ചടിയിരിക്കുന്നത്. പിന്നെ ടിവിക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് കേട്ടോ. TV ഞങ്ങൾ ഇന്നലെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് ഓഫായി. എന്താണെന്നറിയില്ല. അവിടുത്തെ പവർ ഓഫായിട്ടുണ്ട്. ഞാൻ അവരോട് വിളിച്ചപ്പോൾ പറഞ്ഞു അവര് വന്ന് നോക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഞാൻ എന്താ ദൈവത്തിന് അറിയാം, എനിക്കറിയില്ല. അതറിയാണിച്ചപ്പോൾ ഞാൻ നേരാക്കുമല്ലോ അല്ലേ. ഓക്കെ. ഹലോ. അപ്പൊ എന്റെ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അവളിപ്പോ കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു. കള്ളത്തിയാണ്. നമ്മളെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പണികൾ ഒരു 1-2 മണിക്കൂറിൽ തീർക്കൂലേ. ഇവര് പറഞ്ഞ ഇങ്ങനെ ലാഗാക്കി കൊണ്ടുപോകും. ഇവരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പണി പറഞ്ഞ് ചെയ്യിക്കാനും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അവിടെ അടിയായി വഴക്കായി ബഹളായി. ഇപ്പൊ 2 വട്ടം ഞാൻ 2 എണ്ണത്തിന്റെ അടുത്തും വഴക്കിട്ടിട്ട് വന്നതാട്ടോ. പിന്നെ അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോ അപ്പൊ വഴക്കിട്ട് വന്നത്. അതുകൊണ്ട് എന്റെ മൈൻഡ് ഇങ്ങനെ പോകും. എന്താ വെച്ചാൽ ഇത്ര വലുതായാലും ഇല്ല, ഇപ്പോഴും അവരുടെ കുട്ടിക്കളിക്ക് ഒരു മാറ്റവും ഇല്ല. ഞാൻ കുക്ക് ചെയ്യാൻ നിൽക്കാത്ത എന്താ വെച്ചാൽ ഇനിയിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എന്റെ അവിടുത്തെ ഉള്ളത് അവിടെ കിടക്കും. അപ്പൊ ഞാൻ എന്തായാലും അവിടെ പോയിട്ട് ഞാൻ എന്റെ പണികളൊന്ന് ചെയ്യട്ടെ. കുറെ ദിവസമായി സാമിയുടെ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം വെച്ചിരിക്കണം. അപ്പോഴേക്കും എനിക്ക് പറ്റാണ്ടായി. അതൊക്കെ കഴിഞ്ഞു. അപ്പൊ എന്തായാലും ഞാൻ അവിടെ ഒന്ന് വൃത്തിയാക്കട്ടെ. ഓക്കെ. ഒരു ജ്യൂസ് അടിച്ച് കുടിക്കണം എന്നുണ്ട് അതിന്റെ ഇടയിൽ. അപ്പൊ ഈ നൈറ്റി ഒരു കളർ നൈറ്റി ആട്ടോ. ഒരു പിസ്ത ഗ്രീനൊക്കെ ഒരു കളറാണ്. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്താണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാട്ടോ. ഇത് ലാസ്റ്റ് ആണ്, കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ഉണ്ട് തോന്നുന്നു പറയും പോലെ കേട്ടോ. അതൊരു സിലിക്കോൺ അങ്ങനെയുള്ള ഒരു മെറ്റീരിയലാണ്. പക്ഷെ നല്ല രസമുണ്ട്. എനിക്കിങ്ങനെ നൈറ്റികൾ ഞാൻ അങ്ങനെ എനിക്ക് ഇഷ്ടമില്ല ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ രാത്രിയൊക്കെ നമുക്ക് നൈറ്റി ഇങ്ങനെ ഇടാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇനി പക്ഷെ പകല് ഞാൻ അധികം ചുരിദാർ തന്നെ ഇടുക. പക്ഷെ എന്നാലും നൈറ്റി ഇടയ്ക്ക് ഇങ്ങോട്ട് ഇടാറുണ്ട് കേട്ടോ. നമുക്ക് ഏറ്റവും ചിലപ്പോൾ വേറെ ചെയ്യാൻ സുഖം നൈറ്റി ആയിരിക്കും അല്ലേ. അങ്ങനെ
അപ്പൊ എന്തായാലും ഇതിൽ പോക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. പോക്കറ്റിൽ നെയ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ്, പക്ഷെ ഇതിൽ പോക്കറ്റ് ഇല്ല. ഫേസ് ഒക്കെ കണ്ടോ? ഇന്ന് ശരിക്കും ഇപ്പോൾ ഇന്ന് കിടന്നു കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങും, പക്ഷെ ഉറങ്ങി ശരിയാവില്ല. കാരണം എനിക്കൊന്ന് ഒറ്റപ്പാലം പോകണം, പിന്നെ കവിതയിലേക്കൊക്കെ ഒന്ന് പോകണുണ്ട്. ഞാൻ നല്ല രാത്രി തന്നെ മനസ്സിനെ അങ്ങനെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഒറ്റപ്പാലം പോകണം, ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യണം. എനിക്ക് ചെറിയൊരു കുഞ്ഞു നിലവിളക്കൊക്കെ വാങ്ങിക്കണം കേട്ടോ. ഇവിടെ കുറേ നിലവിളക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് കൊടുക്കണ രീതി കൂട്ടത്തിൽ എല്ലാവർക്കും എടുത്തെടുത്ത് കൊടുത്തു. കൊടുക്കാൻ പിന്നെ എന്നെ കഴിച്ചിട്ട് വേറെ ആളുള്ളൂ. വീട്ടിൽ എന്ത് സണ്ടെങ്കിൽ ആരും കണ്ട അവർക്ക് എടുത്ത് കൊടുക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട്. നല്ലതാണോ ചീത്തയാണോ എന്ന് എനിക്കത് അറിയില്ല, പക്ഷെ അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുണ്ട് കേട്ടോ. എനിക്കില്ലെങ്കിൽ കൂടി ഞാൻ ഒരു സാധനം വേറൊരാൾക്ക് കൊടുക്കും. അപ്പൊ അത് കുറേയൊക്കെ നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, കുറേയൊക്കെ അതിൽ കുറേ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അങ്ങനെ കുറേ പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ലതാണോ ചീത്തയാണോ അറിയില്ല, പക്ഷെ ഞാൻ എൻ്റെ ഒരു രീതിക്ക് എന്താ വെച്ചാലും കുഴപ്പമില്ല വെച്ചിട്ട് ഞാൻ എപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞു നിലവിളക്കും വിളക്ക് വയ്ക്കുന്ന ഒരു താലല്ലേ, അതൊന്ന് വാങ്ങിക്കണം. കാരണം അതിലൊക്കെ ഒരുമാതിരി ഇങ്ങനെ ഒരു പച്ച കളർ വന്നിട്ടുണ്ട്. അപ്പൊ ഞാനത് നന്നായിട്ട് ഇങ്ങനെ ഒരു പുളിയൊക്കെ ഇട്ടിട്ടൊക്കെ തേച്ചിട്ടും ഭസ്മിട്ട് തേച്ചിട്ടൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പൊ എനിക്കതിങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ല. ഇപ്പൊ ഭഗവാന് നമ്മൾ നല്ല ഭംഗിയുള്ള, നമ്മളൊക്കെ നല്ല ഭംഗിയുള്ള പാത്രത്തില് നല്ല ഫുഡ് കഴിക്കുന്നത്. അപ്പൊ ഭഗവാന് നമുക്ക് നല്ല ഭംഗിയുള്ളതിൽ കൊടുക്കണ്ടേ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് വാങ്ങിക്കണം. അപ്പൊ അതിനൊക്കെ ഒന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ കവിതയിലും പോകണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇന്ന് എന്തായാലും പോണം. അപ്പോഴത്തേനും ഇന്ന് 3 മണിയാകുമ്പോഴത്തേനും എല്ലാ പണിയും ചെയ്യാൻ, ഞാൻ അങ്ങനെ ചെയ്യാം കുക്കൊക്കെ ചെയ്യാന്ന് പറഞ്ഞ ആള് വീഡിയോ എഡിറ്റ് ചെയ്ത് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ ഇന്ന് നമുക്ക് 2 മണിക്കുള്ളിൽ വേറൊരു വീഡിയോ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ, അത് കൊടുത്തിട്ടില്ല. ഭയങ്കര ലാഗാവുണ്ടി. പതുക്കെയാണ് അവള് ഓരോന്ന് ചെയ്യല്. എനിക്കാണെന്ന് വെച്ചാൽ സ്പീഡിൽ ചെയ്ത് ശീലമായിട്ട് പതുക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വരും. പിന്നെ ഞാൻ കുറേയൊക്കെ മിണ്ടാതിരിക്കും. പിന്നെ എവിടേക്കും പോകണമെന്ന് വെച്ചാൽ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ എന്തായാലും അവൾ എന്തോ ചെയ്യട്ടെ, ഞാൻ പോയിട്ട് അവിടെ വൃത്തിയാക്കട്ടെ, അതേ നടക്കും. ഈ പോടി എത്ര നേരം തല്ല് അങ്കം നടന്നു കേട്ടോ. എന്നിട്ട് ചോദിക്കാണ് ഈ 10 ദിവസം എന്നെ മിസ് ചെയ്യില്ലേന്ന്. എന്നിട്ട് തല്ലുണ്ട് എന്തോ, അതെന്തോ എന്നോട് തല്ലുണ്ടാക്കണ ചിട്ടാ. തല്ലൂടാൻ വയ്യ എനിക്ക്. എന്താടി അത് അപ്പ ആലോചിക്കുക. ഇപ്പൊ തന്നെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അവള് കുറച്ചു ദിവസം ഒരു സ്ഥലത്തേക്ക് പോകണ്ട കേട്ടോ. അപ്പൊ അവള് എന്നെ മിസ് ചെയ്യില്ല വെച്ചിട്ട് ഇപ്പൊ തന്നെ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാ എന്തെങ്കിലും ചെയ്തിട്ട്. അപ്പൊ ഇത് ചിയാ സീഡ് വാട്ടർ ആട്ടോ. ഞാന് സ്മൂത്തിയിൽ ചിയാ സീഡ് ഇട്ടിട്ടാ കുടിക്കുക. ഇന്നൊരു അബദ്ധം ഉണ്ടായി. ഇന്നലെ രാത്രി ഞാന് മറ്റേ നമ്മൾ കുതിരാൻ വെക്കും കേട്ടോ, സ്റ്റീൽ കട്ട്സ് ഓട്സ് ആണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് രാത്രി തന്നെ വെള്ളം ഒഴിച്ച് വയ്ക്കും, പിന്നെ ചിയാ സീഡും വെള്ളത്തിട്ട് വയ്ക്കും. അപ്പോൾ ചിയാ സീഡ് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്, ഇത് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് വെള്ളമാക്കാതെ അങ്ങനെ തന്നെ വെച്ചിരിക്കും. അപ്പൊ എന്റെ മൈൻഡിൽ എന്താ വെച്ചത് രണ്ടും കുതിരാൻ വെച്ചു എന്നാണ്, പക്ഷെ അത് വെച്ച് വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ കണ്ടത് കേട്ടോ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ പ്ലാൻ മാറ്റി. അപ്പൊ ഞാൻ വേറെ സ്മൂത്തി അടിച്ചു കുടിച്ചു. ചിയാ സീഡ് കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചു, എന്നിട്ട് നമുക്കത് ഇങ്ങനെ കുടിക്കാമല്ലോ. ഈ സാധനം ഏതൊരു ബോട്ടിൽ വാങ്ങിയതിന്റെ ഹോസാട്ടോ. നമ്മൾ ഡെയിലി ഇതുപോലെ ഒരു സ്പൂൺ ചിയാ സീഡ് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടോ സ്മൂത്തി വഴിയൊക്കെ കുടിക്കണം, നല്ലതാണ്. ഒരിക്കലും ചിയാ സീഡ് വെള്ളത്തിലിട്ട് കുതിർത്താതെ കഴിക്കരുത് കേട്ടോ, അത് അത്രയും ഡേഞ്ചറാണ്. എപ്പോഴും ഇങ്ങനെ മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. സ്മൂത്തി അങ്ങനെയൊക്കെ ആണെങ്കിൽ വെള്ളത്തിട്ട് കുതിർത്തിട്ട് വേണം കഴിക്കാൻ. അപ്പോൾ ചിയാ സീഡ് കഴിച്ചാലും നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. നമ്മുടെ ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കണം, അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിക്കുക നല്ലത്. കഴിക്കുമ്പോൾ അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും ഉണ്ട്, അതൊക്കെ ശ്രദ്ധിച്ചിട്ട് കഴിക്കുന്നത് ഒരുപാട് നല്ലതാട്ടോ. വെയിറ്റ് ലോസിനും പിന്നെ ഇതിന് ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇത് കഴിക്കുന്നതോടുകൂടിയിട്ട് നമ്മളെപ്പോഴും ഒരു സ്പൂണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. ഒരു സ്പൂണ് കുതിർത്തിയിട്ട് ഇങ്ങനെ ഞാൻ ഈ സ്മൂത്തിയിലിട്ട് കഴിക്കണോണ്ട് അങ്ങനെ കഴിക്കും. ചില സമയം കഴിക്കാൻ പറ്റാത്ത ദിവസം ഇതുപോലെ വെള്ളമാക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുടിക്കും. പിന്നെ എൻ്റെ ഡീടോക്സ് ഡ്രിങ്കും ഉണ്ട് കേട്ടോ. ഇത് ഞാൻ കുറച്ച് കുടിച്ചിട്ടുണ്ട്, കുറച്ചും കൂടെ ഉണ്ട്. അയ്യോ ഇതിൽ നല്ല പുതിന ഇട്ട് വയ്ക്കാൻ മറന്നു. ഇതിൽ ഇനി 1-2 സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കും, പക്ഷെ അത് ഉണ്ടായിരുന്നില്ല. പിള്ളത് വെച്ചിട്ട് ഇട്ടാ കേട്ടോ. ക്യാരറ്റ്, കുക്കുംബർ, ഇഞ്ചിയാണ് പെട്ടിരിക്കുന്നത്. പിന്നെ പുതിന ഇടും, പിന്നെ ഇഞ്ചി ഇടും, ലെമണും ഇടും കേട്ടോ. പുതിന ഉണ്ട്, അത് മറന്നതാണ്. ലെമൺ കഴിഞ്ഞു കേട്ടോ, അതുകൊണ്ട് ലെമൺ ഇട്ടിട്ടില്ല. അങ്ങനെ ഇത് ഞാൻ കുടിക്കാറുണ്ട്. അപ്പൊ നമുക്ക് തുടച്ച് വൃത്തിയാക്കാം അല്ലേ. ഇത് കാണുമ്പോൾ ഒരു പേപ്പറാണ്, നനച്ചു കഴിഞ്ഞത് ഒരു തുണിയാട്ടോ. ഞാൻ പറഞ്ഞില്ലേ നല്ലതാട്ടോ. ഇത് നല്ല യൂസ് ചെയ്യാനൊക്കെ സൂപ്പറാണ്. ഇത് കുറേ വട്ടം യൂസ് ചെയ്യാട്ടോ. ഇപ്പൊ 100 വട്ടം യൂസ് ചെയ്യാന്നൊക്കെ പറയണ അത്രയൊന്നും ഇത് പറ്റണില്ല, എങ്കിലും കുറെ വട്ടം യൂസ് ചെയ്യാം. എനിക്കിപ്പോ ഇത് ഉപയോഗിച്ചിട്ട് നമ്മളെ വേറെ തുണികൾ ഇങ്ങനെ പിടിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പൊ എന്തായാലും ഇത് നനച്ചിട്ട് വരാം. പിന്നെ ഇങ്ങനെയുള്ള ഏരിയ ഒക്കെ എന്റെ ഭാഗം കേട്ടോ. ഇതൊന്നും പിന്നെ എന്റെ മക്കള് തൊടി നല്ല സുഖമില്ല. നാളെ വെള്ളം കുറച്ചും കൂടെ ഉണ്ടോ, പച്ചവെള്ളം കുടിക്കട്ടെ. അത് വെട്ടിയിട്ട് മമ്മി വെട്ടി കുടിക്കാം കേട്ടോ. അത് വെട്ടിയിട്ട് കുടിക്കാം. അത് എന്റെ ഞാൻ പറഞ്ഞു ചേട്ടത് എന്റെ അല്ലേ ചോദിച്ചത്. കുറച്ചുണ്ട് ബാബേ, അത് ലാസ്റ്റത്തെ വെള്ളമാണ്. ഈ അടിച്ചു തുടച്ചിട്ട് ക്ലീനിങ് ഒക്കെ ഇങ്ങനെ നോക്കട്ടെ. ഇവിടെ വാടി ഇവിടെ. എനിക്ക് സ്നാക്സ് വേണം.
ഈ ബോഡി കിടന്നിട്ടൊന്നും പറയാൻ പാടില്ല വാക്കുട്ടാ. അങ്ങനൊന്നും പാടില്ല. തുടങ്ങി രണ്ടും കൂടി. ആ സോണീനെ ഉപേക്ഷിച്ചോട്ടോ. സോണി എന്നുള്ളിൽ കയറി. പിന്നെ എന്തിനാ കഴിക്കണ തുറന്നത്? എന്തിനാപ്പോ മമ്മി ഡിക്കിയിൽ വെക്കാം. വെറുതെ എപ്പോഴും ബോട്ടിൽ വെച്ചു. അയ്യോ വാവ എടുക്ക് വാവ. എന്റെ കൃഷ്ണന്റെ ഇത് വേണം. പുല്ലാങ്കുഴല്, ഒന്നും കേൾക്കില്ലേ ഓടക്കുഴല്. ഇത് ഡിക്കിയിൽ വെക്കാം അല്ലേ? പെട്രോൾ മേടിക്കാൻ ആവശ്യം വരും. നമ്മൾ ഇങ്ങനെയൊക്കെ തുടച്ചൊക്കെ ഇടുമ്പോ നമുക്കൊരു സംതൃപ്തി ഉണ്ട് അല്ലേ? എനിക്ക് ഭയങ്കര സംതൃപ്തി കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. എനിക്ക് വീട് ഇങ്ങനെ ക്ലീൻ ആക്കിയിട്ട് ഇടണം. അപ്പോഴാണ് ഞാൻ നല്ല പറഞ്ഞില്ലല്ലോ, ഞാൻ ഹാപ്പി ആവുള്ളൂ. അവൾക്ക് ഞാൻ കൊടുക്കും. ആ അവൾക്ക് ഞാൻ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ലോട്ടറി എടുക്കും കേട്ടോ. എനിക്ക് ഇഷ്ടമാണ് ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു വട്ടം എനിക്ക് ലോട്ടറി അടിച്ചിട്ടുണ്ട്, 2000 രൂപ. അതിനുശേഷം എനിക്ക് ക്രൈസാ ലോട്ടറി. അപ്പൊ ഞാൻ ഇടയ്ക്ക് എടുക്കും. അടിച്ചു കഴിഞ്ഞ് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസമൊക്കെ കിട്ടാത്ത കുട്ടികൾക്ക് കുറച്ച് വിദ്യാഭ്യാസം കൊടുക്കണം എന്നും, പിന്നെ കുറേ വയ്യാത്ത ആൾക്കാർക്കൊക്കെ കുറേ മെഡിസിൻ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണം എന്നൊക്കെ എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. എനിക്ക് അതിനോളം അങ്ങോട്ട് ഇതായി കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായും ചെയ്യും കേട്ടോ. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കുറെ വലുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എന്തായാലും അത് ലോട്ടറി അടിക്കാൻ കാത്തൊക്കെയല്ല, ഞാൻ തന്നെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തും. എന്നിട്ട് ഞാനത് ചെയ്യും. ഇത് നമ്മളെ ശിവഭഗവാനാണ് കേട്ടോ. അടിക്ക് തുറക്ക്. തുറക്കുമ്പോ ഭംഗിയില്ല, അടച്ചിടാം. നീ എന്നെ കേട് വരും. തിന്നില്ല നിറച്ചെങ്കിലൊക്കെ നടന്നിരിക്കുന്നു. അതെ, രണ്ടും കൂടി കണ്ടോ? കേട്ടില്ലേ നിങ്ങള്? മറ്റോള് നീ എന്നെ കേട് വരുത്തി അറിയാം. അപ്പൊ അവള് പറയാ നന്നായിട്ട് ഓക്കെ കൊണ്ടു കൊടുത്തിരിക്കും 1 രൂപയുടെ. 5 രൂപയുടെ പണ്ടത്തെ ഫേവറേറ്റ് ആയിരുന്നു അല്ലേ? ഫേവറേറ്റോ ഇതിക്ക് പോകുമ്പോ അതൊക്കെ നോസ്റ്റു തന്നെ. ഇതൊക്കെ ഇഷ്ടപ്പെട്ട ഒരാൾ വാങ്ങി തന്നാട്ടേക്ക്. വേറെ ആരില്ല കേട്ടോ, വാക്കുട്ടർ ഫ്രണ്ട് വാങ്ങി തന്നതാ. മമ്മി ഇതില് മറ്റേ മുട്ട ഇതില് വറക്കട്ടെ. വറുത്ത പോയിട്ട് ആദ്യമൊക്കെ ആദ്യമൊക്കെ ഇതാക്ക് കേട്ടോ, മിക്സ് ആക്ക്. അപ്പൊ ഇവിടെ ഉണ്ണിക്കണ്ണിന്റെ സാമ്രാജ്യം കേട്ടോ. 1 2 3 4 5. ഇവിടെ ഇരിക്കേ. എവിടെ ചോടുന്നത്? അവിടെ ഇരിക്കും. അവിടെ അതവഴല്ലേ കയ്യിലിരിപ്പിന് ഒരു കുറവില്ല അവന്. 6. ഇനിയുണ്ട് കേട്ടോ, ഇനിയും കുറണ്ടേ. എല്ലാവരും ഇരിക്കണുണ്ടോ? ഇനിയും കുറണ്ട് കേട്ടോ. അത് അവിടെയൊക്കെ ഉണ്ട്, ക്ലീൻ ചെയ്യണേ ഉള്ളൂ. പിന്നെ അതാ നമ്മളുടെ രാധയും ഉണ്ണിക്കണ്ണനും. പിന്നെ അതാ ഒരു പാത്രം കഴുകാൻ പറഞ്ഞാൽ കഴുകില്ല. ഇപ്പൊ വളർന്നിട്ടുള്ളൂ. അത് ഒരു മുട്ട ഉണ്ടാക്കാൻ പറഞ്ഞ അങ്കാപ്പത് ഓടിക്കടന്ന്. പിന്നെ അതാട്ടോ ഒന്നും കൂടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ, ഈ 2 പ്ലേ ബട്ടന്റെ നടുവിൽ നമുക്ക് ഗോൾഡൻ പ്ലേ ബട്ടൺ വെക്കാം അല്ലേ? യെസ്. ഇത് നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടിയതാട്ടോ ഈ മൊമെന്റോ. നമ്മളെ ഹെലോ നഗർന്ന്. പണ്ട് എനിക്കില്ലേ ഭസ്മം കഴിക്കുന്ന സ്വഭാവം ഉണ്ട് കേട്ടോ. ഇഷ്ടം പോലെ ഭസ്മം കഴിക്കും ഞാന്. അവിടെ മാത്രം അവളില്ലേ വാവക്കുട്ടിയുടെ ടീച്ചർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്നോട് റെക്കോർഡ് എഴുതി തരുമോ ചോദിച്ചിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ അത് നിങ്ങൾ വേണ്ട നടപടി എടുത്തോളൂ കേട്ടോ. ആ ഉപ്പ് കൊട്ടിയേക്കോ. ഇതിപ്പോ നമ്മൾ അന്ന് വാങ്ങിയ ബോക്സ് അല്ലേ, അപ്പൊ നമുക്ക് ഇതിൽ തിരുനൂല് അങ്ങനെ സാധനങ്ങളൊക്കെ ഇട്ടേക്കാം കേട്ടോ. അപ്പൊ അന്ന് നമ്മൾ 6 ബോക്സ് വാങ്ങിച്ചില്ലേ, നല്ല നല്ല ബോക്സ് ആട്ടോ. ഞാൻ പറ്റിയണിച്ച് ഇതിന്റെ ലിങ്ക് ഞാൻ ഒരുവട്ടം കൊടുത്തതാണ്, എങ്കിൽ വീണ്ടും കൊടുക്കാം. കാരണം ഇതെനിക്ക് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയച്ച ഒരു ബോക്സ് ആട്ടോ. ഇതിന്റെ 6 ഉണ്ട്, 200 സംതിങ് ഉള്ളൂ. നമ്മൾ ഇങ്ങനെയുള്ള യൂസിനും കൂടി ഉപയോഗിക്കാം. ഇത് പുതിയതാട്ടോ. ഇത് കർപ്പൂരാണ്, ഭസ്മം, ചന്ദനം, തിരുനൂല് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിലിട്ട് അടച്ചു വെക്കാം. ഇവിടെ വെക്കാം. അപ്പൊ വൃത്തിയായിരിക്കുകയും ചെയ്യും, നമുക്ക് ആവശ്യത്തിന് എടുക്കുകയും ചെയ്യാം കേട്ടോ.
പിന്നെ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രസാദത്തിന്റെയാണത്. അപ്പൊ ഞാൻ എന്താ ചെയ്യുക, ഇത് ചന്ദനമൊക്കെ എടുത്തിട്ടൊരു ബോക്സൊക്കെ ഇടും. എന്നിട്ട് പിന്നെ ഇത് ആരും ചവിട്ടൊന്നും ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ട് കളയുക ചെയ്യുക. അപ്പൊ നോക്കിയേ നമ്മുടെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു. അവിടെയൊക്കെ നല്ലോണം മിസ്സായിട്ട് കിടന്നുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതൊക്കെ എടുത്ത് വേണ്ടാത്ത വേസ്റ്റ് ഒക്കെ കളഞ്ഞു, ഒക്കെ വൃത്തിയാക്കി. അപ്പൊ അങ്ങനെ ഉണ്ടോ ഇവിടെ അവിടെ വൃത്തിയാക്കി. ഇങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു സുഖമാണ്. ഇങ്ങനെ കുറേ ദിവസമായിട്ട് എനിക്കിങ്ങനെ മനസ്സിങ്ങനെ ഒരു സുഖമില്ലാണ്ട്. നമ്മള് താറോക്സ് ഇരിക്കുന്നുണ്ടോ? ഇത് നമ്മള് എടുത്തിട്ട് അപ്പുറത്തെ കാർപ്പുറച്ച് കൊണ്ടുവന്നിട്ടോ. ആ കുട്ടീനെ എന്തെങ്കിലും ഗീവ് കൊടുക്കുന്നുണ്ട്, വേണ്ടവര് വേഗം വന്ന് വാങ്ങിട്ട് പോകും. എന്താ ഉണ്ണി? അതെ, നേരത്തെ അവളെ സപ്പോർട്ട് ചെയ്തില്ല. അന്റെ പട്ടിയിൽ പറഞ്ഞ പോലെ പറയണ്ടായിരുന്നു. എന്നിട്ട് എനിക്ക് അതന്നെ വേണം. ആ ഇന്നെ അന്റെ ഭാഗത്താണ് പറഞ്ഞിട്ട് പറഞ്ഞു. നീ എങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് മാത്രം ഞാൻ നോക്കണം വിചാരിച്ചാണ്. അതെ, കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനി പോയിട്ട് ഉറങ്ങും. ഇനി പോയിട്ട് ഉറങ്ങും കേട്ടോ. ഉറങ്ങാൻ പോണ്. തുണി ഇടാനാണെന്ന് പറയണത്, പക്ഷെ ആരും ദൈവത്തിന് കണ്ടറിയാ. അപ്പൊ ഒരാള് കുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. കുക്ക് ചെയ്യുമ്പോ ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കേട്ടോ. എന്തൊക്കെയാ ഉണ്ടാക്കാൻ അറിയാന്നുള്ള ഒരു ഇതാണിപ്പോ, അല്ലേ? അതെ, ഞാനാണ് കോൺഫിഡൻസ് കൊടുത്തത്. നന്നായിട്ട് ഉണ്ണി എനിക്ക് പറ്റുന്ന പറഞ്ഞിട്ട്. ആ ഞാനേ ഇപ്പൊ കിടക്കാൻ പോവാ. അല്ല വയ്യ. എനിക്ക് വാവുകുട്ടിയില്ലേ. ഇപ്പോൾ അടുക്കളയിൽ വരുന്നതൊക്കെ ശരി. എന്റെ ഭരണിയുടെ അടപ്പ് പൊട്ടിച്ചിരിക്കണണ്ട. അവളെ തല ഞാൻ എന്ത് ചെയ്യണ്ട്? എനിക്കൊരു സാധനം നാശാക്കണത് മാത്രം ഇഷ്ടല്ല. പൊട്ടിച്ചു അതിനെ. ഞാൻ നോക്ക് നല്ലൊരു ഭരണി ഉണ്ടായിരുന്നേ, കണ്ടോ? ഒരു വല്ല കൂസലുണ്ടെന്ന് പൊട്ടിച്ചിട്ട് സാധനങ്ങളായി പൊട്ടുന്ന അവള് പറയണത്. എന്റെ വാവക്കുട്ടി എനിക്ക് കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഫുഡ് കഴിക്കുന്നില്ല, എനിക്ക് ചോറ് വേണ്ട. അപ്പൊ വാവക്കുട്ടി എനിക്ക് കേക്ക് ഉണ്ടാക്കി തന്ന കേട്ടോ. അതെ, വാവ ഉണ്ടാക്കിയതാ. അപ്പൊ നമ്മള് വാവുട്ടി എന്തോ എപ്പൊ വാങ്ങിച്ചത് മുട്ട വാങ്ങിച്ചത് വരുമ്പോഴും പൊട്ടിക്കൂട്ടോ അവള്. പക്ഷെ ഇന്നിപ്പോ മമ്മി പറഞ്ഞെടുത്ത രീതിയിൽ വെച്ചുകൊണ്ടോണ്ട് പൊട്ടിച്ചിട്ടില്ല എന്നാണ് മമ്മി വിശ്വസിക്കുന്നത്. പക്ഷെ അവൾ മെല്ലെ വന്നോണ്ടാണ് മുട്ട പൊട്ടാത്തത്. അപ്പൊ അതുകൊണ്ട് ഞാൻ കഴുകിട്ടാട്ടോ ഫ്രിഡ്ജിക്ക് വെക്കുള്ളൂ. ഇല്ല എനിക്കൊരു സമാധാനം ഉണ്ടായില്ല. എല്ലാവരും തന്നെ ആയിരിക്കും, പക്ഷെ ചില ആൾക്കാരൊന്നും ചെയ്യാറില്ല കേട്ടോ. ഓടി അപ്പുറം എന്തൊക്കെയോ ഈ വീട്ടില് ജീവിച്ച് പോണിച്ച ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാട്ടോ. വൈകിച്ചാലും ചിരിക്കണം. ഇവിടുത്തെ അവസ്ഥ എന്ന് വെച്ചാ വൈകിച്ചാലും ചിരിക്കണം. ചിരിക്കാൻ പറ്റില്ല. ഇവിടെ ചീത്ത തമ്മിൽ എങ്ങനെ വിളിക്കാറില്ല ചിരിച്ചോണ്ട്. കാരണം എന്താ, ദേഷ്യപ്പെട്ട മുഖത്തിന് ചീത്ത വിളിക്കാൻ പറ്റില്ല. അത് ഞാന് എന്നെങ്കിലും ഒരു ആണ്ടോ അമ്മ ബസ്ക്കും ചീത്ത വിളിക്കുന്ന ദിവസമായിരിക്കും ആരെയും ഒന്ന് ബെല്ലടിക്കുക. അത് നിങ്ങൾ നല്ല സ്നേഹത്തിലായിരിക്കും, അതാരും കാണില്ല. അപ്പോ മമ്മി ഒരു ട്രൈപോഡ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ഉപയോഗം കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ വീഡിയോ എടുക്കണ്ട, നിങ്ങൾ ഞെട്ടും. ഇവിടെ കുക്കയിലും നടന്നില്ല, ഒന്നും നടന്നില്ല കേട്ടോ. എന്തായിരുന്നു ആൾക്കാര് നമ്മളതിനെ ഇട്ടിട്ട് ഇങ്ങനെ ഇതാക്കിയായിരുന്നു ഞാൻ കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ പിന്നെ അവിടെയൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എനിക്ക് 2-3 വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ അതൊക്കെ പോയിട്ട് എഡിറ്റ് ചെയ്യാൻ പോയി. കാരണം പിന്നെ ഈ ഭാഗത്തേക്ക് ഞാൻ വന്നില്ല. ഇപ്പൊ നോക്കുമ്പോ എന്താ, ഒന്നും ചെയ്തിട്ടില്ല. ആൾക്കാർ കുക്കിംഗ് ഒക്കെ മാറ്റി വെച്ചിരിക്കണം. എന്നിട്ട് ഇവിടെ ഉണ്ടായിരുന്ന ഫുഡ് അതെടുത്ത് ഉള്ള കറികളെ കൂട്ടി കഴിച്ചിരിക്കുക. എന്നിട്ട് പറയണേ രാത്രി ഇനി കുക്ക് ചെയ്യാൻ ഞാൻ ജിമ്മിന് പോയി വന്നിട്ട് എന്ന്. എങ്ങനെയുണ്ട് നോക്ക്. എനിക്കിങ്ങനെ കുറെ കറി വേണം, അല്ലാണ്ട് ഇന്ന തന്നെ വേണം അങ്ങനെയൊന്നുമില്ല. ഉള്ളത് നല്ല ടേസ്റ്റിൽ കിട്ടിയാൽ മതി കേട്ടോ. പക്ഷെ നമ്മളെപ്പോഴും കുറെ കറികൾ ഉണ്ടാക്കാറുണ്ട്, പക്ഷെ അങ്ങനെ നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഹലോ നിക്ക്, വേറെ ജ്യൂസ് അടിച്ചിട്ട് തരാം. നിക്ക് അവിടെ കൈ മുറിക്കണ്ട. വന്ന് ഉറങ്ങിയിട്ട് വന്നിരിക്കുക കുഞ്ഞാവ. അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് വെളുത്തുള്ളിയും, കുറച്ച് എനിക്കും കാരണേ, കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കൂടെ നേരാക്കി വെച്ചതാന്നല്ലേ ഇങ്ങോട്ട്. അപ്പൊ അതൊന്ന് നന്നായിട്ടൊന്ന് ചതച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക്
കറികളൊക്കെ വയ്ക്കുമ്പോൾ ഈസി ആയിട്ട് പെട്ടെന്ന് എടുക്കാം കേട്ടോ. പിന്നെ അങ്ങനെ ചെയ്തേക്കുന്ന ഇഷ്ടമല്ല, അപ്പം ചെയ്യുന്നതാണ് എനിക്കിഷ്ടം. ഇപ്പോൾ ഉണ്ണി കുക്കിയൊക്കെ ചെയ്യണോണ്ട് ഇനിയിപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ട് വേണ്ട വെച്ചിട്ട് ഞാൻ നേരാക്കി വെക്കാം കേട്ടോ. അത് ജസ്റ്റ് നമുക്കൊന്ന് മിക്സിയിലിട്ട് കറക്കിയിട്ട് എടുത്ത് വയ്ക്കാം. നാളികേര വെള്ളം കണ്ടോ, ഇന്ന് നാളികേരം വാങ്ങിയത് അമ്മച്ചൻ ഫുള്ള് പറ്റിച്ചു. ഒരു ടേസ്റ്റും ഇല്ല, അതും ഇതിനകത്തും ഒന്നുമില്ല കേട്ടോ. എനിക്ക് എല്ലാ സാധനങ്ങളൊന്നും ഇഷ്ടമല്ല, പക്ഷെ ചില സാധനങ്ങളോട് ഒരു അഡിക്ഷൻ ഉണ്ട്. അങ്ങനെയുള്ള ഒരു സാധനമാണ് ഈ ഇളനീര്. ഇളനീര് നല്ല ഇഷ്ടമാട്ടോ. നമ്മളെ വീട്ടിൽ നിറയെ തെങ്ങൊക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെറുപ്പം തൊട്ടേ ഇങ്ങനെ പാടത്തേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അച്ഛനൊക്കെ ഇളനീര് ഇട്ട് തരും. അതുപോലെ നമ്മൾ എന്തിനെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ നിറയെ ഇളനീര് കുടിച്ചിട്ട് അതിൻ്റെ നാളേരും തരും. അപ്പോൾ വിശപ്പ് മാറും. അങ്ങനെ പണ്ടൊക്കെ അച്ഛൻ്റെ കൂടെയൊക്കെ പാടത്തേക്ക് പോകുമ്പോൾ അച്ഛൻ അങ്ങനെ ഇട്ട് തരും കേട്ടോ. ഇപ്പൊ പോയാലും ഞങ്ങൾ ഇളനീരിട്ട് കുടിക്കാറുണ്ട്. ആ ഒരു ഇതുകൊണ്ടാണ് ഇഷ്ടമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മധുരമൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ എന്താ പണിച്ചാൽ ബോട്ടിൽ വാങ്ങിക്കുക, അതിൽ 2-3 ഇളനീരിന്റെ വെള്ളം നിറയ്ക്കുക, വീട്ടിൽ കൊണ്ടുപോയി ഇരുന്ന് കുടിക്കുക. ഇപ്പൊ എന്താ എന്നെ പോലെ ഇഷ്ടമാണ് അവർക്കും. അതുകൊണ്ട് എന്താ 3 കൂടി കുടിക്കുക. ഇല്ലച്ച എന്താ പറയാ, ചോക്ലേറ്റ് ഒക്കെ ആണെച്ചാൽ ഞാൻ കഴിക്കാനൊന്നും പോകില്ല, അവർ 2 തന്നെ ഭാഗം വെച്ച് കഴിക്കും. പക്ഷെ ഇത് 3 ഭയങ്കര ഇഷ്ടാട്ടോ. അപ്പൊ എന്തായാലും ഇതൊക്കെ ഒന്ന് ചതച്ച് വെക്കട്ടെ, നമുക്ക് പുറത്തേക്ക് വിടാം. എന്താ എന്തുവാ കാണിച്ചോ. 2 കൂടി അവിടെ മേക്കപ്പ് ചെയ്യാട്ടോ. ഞാൻ വെറുതെ വാതില് തുറന്ന കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ കെട്ടിയതാ. ചിലപ്പോൾ പേടിക്കും, ചിലപ്പോൾ ഇതിന് മുപ്പഴക്കും. ഒരു രസം വന്നിട്ടുള്ള അവരുടെ ബാക്കിയുള്ള നമുക്ക് ചോദിക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്. ഈശ്വര അതിനൊക്കെ പുഴക്കുമോ. അയ്യോ വയ്യ എനിക്ക്. എവിടെ കെട്ടിട്ടിരിക്കണേ? എന്താണ് പക്ഷെ അതിനൊക്കെ പുഴയ്ക്കോ? ഞാൻ ഒറ്റപ്പെട്ട കൊണ്ടായിരുന്നു. അവളുടെ കാര്യത്തിനുണ്ട് 2 ഉമ്മയും തന്നു പോയി. ചോറ് വെച്ചോ കൂട്ടാൻ വെച്ചോ ഒന്നും അറിയണ്ട. ഇന്നെന്താ ചെയ്ത് 4 തൊടയും തുടച്ചു പോയി. അടിച്ചു വാരി തുടച്ചു 2 വീഡിയോ ഷൂട്ട് ചെയ്ത് വേറെ വീഡിയോ എടുത്തത് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കുറ്റല്ലല്ലോ. അടിച്ചു വാരി തുടച്ചു 2 വീഡിയോ എടുത്തു 2 വീഡിയോ എടുത്തു എന്നൊക്കെ പറയണത്. പോട്ടെ, കീ എടുത്ത് മാറ്റിക്കാന്ന് വിചാരിച്ച് അത് നടന്നില്ല. പിന്നെ എനിക്ക് അതാണല്ലേ പണി. ഇനി ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒപ്പിക്കിച്ചിട്ട് അപ്പോൾ നമ്മൾക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കി കേട്ടോ. ആ സമയം നോക്കിയിട്ട് ചേച്ചി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫോൺ ഓൺ ആക്കിയിട്ട് അവിടെ ലൗഡ് സ്പീക്കർ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉണ്ണിച്ചക്കൻ്റെ മമ്മി ഇടയ്ക്ക് വിളിക്കും കേട്ടോ, പാവം. അപ്പം ഞാൻ പിന്നെ എടുക്കാതിരിക്കില്ല, ഞാൻ എന്ത് ജോലിയാണെന്ന് വെച്ചാൽ എടുക്കും. അധികം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയം നോക്കിയിട്ടാട്ടോ വിളിക്കുക. പിന്നെ എനിക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു മടിയൊക്കെ വരും. പിന്നെ ഞാൻ പറയും നീ അവിടെ വെച്ചോ, എൻ്റെ പണി മെനക്കെടുത്തണ്ടെന്നൊക്കെ പറയും കേട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടേ ഉള്ളൂ, വല്ലാതെ അരച്ചിട്ടില്ല കേട്ടോ ഞാൻ. അപ്പോൾ ഒരാൾ പോയിരിക്കുന്നത് വന്നിട്ട് കുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടാണ്. പക്ഷെ എനിക്ക് എന്തോ മനസ്സ് സമ്മതിക്കണില്ല. എനിക്കെന്തോ കിടക്കണമെന്നുണ്ടായിരുന്നു കേട്ടോ. നന്നായിട്ട് ഡൗൺ ആണ്, അപ്പോൾ കിടക്കാൻ പറ്റണില്ല. പാവം ജിമ്മ് കഴിഞ്ഞ് വിശന്നിട്ടല്ലേ വരിക. അപ്പൊ ഞാൻ വിചാരിച്ചു കഞ്ഞി ഇഷ്ടാട്ടോ ഞങ്ങൾക്കൊക്കെ. എനിക്ക് ചപ്പാത്തി ഇപ്പോൾ രാത്രി കഴിക്കാൻ ഇഷ്ടാവണില്ല, കാരണം ഡെയിലി ഇവിടെ ചപ്പാത്തി രാത്രി. അപ്പൊ ഒന്ന് മാറ്റി പിടിക്കാം, രാത്രി കഞ്ഞി കുടിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ എന്തായാലും കഞ്ഞി വെച്ചിട്ടുണ്ട്. പിന്നെ പാലും കഴിച്ചാൽ വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ തോരൻ ഉണ്ടാക്കാന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോഴാണ് ചെറുപയർ വെച്ചിട്ട് കുറേ നാളായി. അപ്പൊ ചെറുപയർ തോരൻ വെക്കാം. പിന്നെ ഒരു പൊട്ടറ്റോ ഒരു വേറെ രീതിയിൽ വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ എന്റെ രീതിക്കാക്കിയിട്ട് അതൊന്ന് വെക്കാൻ ഓർത്തു കേട്ടോ. ഇപ്പൊ എന്നോട് പോയി കിടന്നോളാൻ പറഞ്ഞ് ഞാൻ പോയി കിടക്കും. പക്ഷെ അമ്മമാരിങ്ങനെയല്ലേ, മക്കള് എത്രയായാലും കഷ്ടപ്പാട് നമുക്ക് ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് എന്താ ഇവിടെ നിൽക്കണ്ട, ഒന്ന് ഓടി ഇങ്ങോട്ട് വരിക. എന്തോ ചെയ്തിട്ടല്ലേ നമ്മൾ അവരുടെ കാര്യത്തില് വല്ലാതെ ഇടപെടാൻ കൊണ്ടല്ലേ. വേസ്റ്റ് കത്തിച്ചോ? ഇന്നലെ പറഞ്ഞു ഞാൻ എല്ലാ ജോലിയും ചെയ്യും, ഞാൻ ഒരു പണി ചെയ്യില്ല എന്നൊന്നും വീഡിയോയില് പറയണ്ടാട്ടോന്ന് പറഞ്ഞു. എന്നിട്ടോ ഉച്ചക്ക് വരുന്ന വേസ്റ്റ് കത്തിക്കാൻ അതിനിങ്ങനെ കൊണ്ടിടും. കത്തിക്കണ്ടേ എപ്പോഴെങ്കിലൊക്കെ?
അത് പറയണ്ടാന്ന്. വാവയ്ക്ക് പക്കന്റെ സ്വഭാവം കേട്ടോ. ഇങ്ങനെ നമ്മളെ കുറിച്ച് ആരുടെയും പറയില്ല, അത് ഇഷ്ടമല്ല, എനിക്കൊന്നും ഇഷ്ടമല്ല. എനിക്ക് അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് ഇഷ്ടമല്ല. പക്ഷെ വാവയെ കുറിച്ച് ഞാൻ നല്ലത് പറഞ്ഞാലും ചില സമയത്ത് അവൾക്ക് മനസ്സിലാവാറില്ല. അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ കുറച്ച് വെള്ളപ്പയർ കറി വെക്കാന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളപ്പയർ കറി ഇന്നലെ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വെറുതെ മുളക് പൊടി അങ്ങനെ ഇട്ടിട്ട് വെറുതെ നമ്മൾ ഈ മുളക് കഷ്യം പോലെ വെക്കില്ലേ, അത് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇവിടെ മണിക്കൂട്ടാൻ എന്തൊക്കെയോ പറയും വാവക്കുട്ടി, ഭയങ്കര ഇഷ്ടമാണ്. ചെറുപ്പത്തിൽ ഇട്ട പേരാ. ഇവിടെ എല്ലാത്തിനും ഒരു പേരുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് വെറുതെ കുറച്ച് വെച്ച് വയ്ക്കാം, വേണ്ടവരെ എടുത്തോട്ടെ. എനിക്ക് പുളിക്കറികൾ നല്ല ഇഷ്ടമാണ്. ഈ മാന്തളോണ്ട് പുളി വയ്ക്കുന്നത്, വെള്ളപ്പയറിന്റെ പുളി, അങ്ങനെ കുറെ കറികളുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സാമ്പാർ ഇഷ്ടമല്ല, അങ്ങനെ കുറെ ഇഷ്ടമില്ലാത്ത കറികളുണ്ട് കേട്ടോ. അത് വെച്ചിട്ട് കഴിക്കില്ല എന്നല്ല, പക്ഷെ അത്ര ഇഷ്ടമൊന്നുമില്ല. ബാബുക്കുട്ടിക്ക് നരസൂന്റെ അച്ചാർ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഈ ഇടയ്ക്ക് എപ്പോഴും കഴിച്ചപ്പോ തൊട്ടാണ് ഭയങ്കര ഇഷ്ടമായി. ഇതല്ലാതെ കണ്ണിമാങ്ങയുടെ അച്ചാർ വേറെ ഏതൊക്കെ ഇഷ്ടമല്ല. നരസു വെച്ചിട്ട് നടക്കണ്ടായിരുന്നു. ഈ കുറെ നാളായിട്ട് കുറെ ഷോപ്പുകൾ ചോദിച്ചിട്ട് ഈ നരസു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇപ്പൊ ഇതില്ലേന്ന്. പക്ഷെ ഇപ്പത്തെ വീണ്ടും വാങ്ങിച്ചിട്ട് വന്നിരിക്കണോ. അതൊന്നും ഉച്ചയ്ക്ക് ഭയങ്കര സന്തോഷം കാണിച്ചായിരുന്നു. കുറെ നാളോട് നമ്മൾ തേടിയിട്ട് നടക്കുന്ന ഒരു സാധനം പെട്ടെന്ന് കിട്ടിയാൽ നമുക്കൊരു സന്തോഷമല്ലേ. ഇത് വെറുതെ വേവിച്ചിട്ട് അത് താളിക്കാന്നാണ് ഞാൻ വിചാരിക്കണേ. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ 2 വെളുത്തുള്ളിയും ചെറിയുള്ളിയും കുത്തിയിട്ട് മുളക് ഇങ്ങനെ ക്രഷ് ചെയ്ത് ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. നമുക്ക് അങ്ങനെ വെക്കാം. സ്കിൻ കെയറിന് വേണ്ടിയിട്ട് ഞാൻ ഓറഞ്ചിന്റെ തോലേ ഉണക്കാൻ വേണ്ടി വെച്ചിരിക്കുക കേട്ടോ. ഇന്ന് വാങ്ങിക്കൊണ്ടെന്ന് കേട്ടോ അത് പൊട്ടി വയ്ക്കാത്ത. എന്റെ കണ്ണുകൾ കാണുമ്പോ എനിക്ക് തന്നെ പാവം തോന്നുന്നു എന്നോട്. കാരണം കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചില സമയം നമ്മളെ വയ്യായി മറക്കില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. അപ്പൊ ഇനി അത് പാവം വന്ന് എപ്പോഴാ കുക്ക് ചെയ്യുന്നത്, പാവം വീഡിയോ എഡിറ്റ് ചെയ്ത് എന്നിട്ടൊക്കെ അത് പോയിണ്. ഇനിയിപ്പോ വന്ന് വിഷമിപ്പിക്കണ്ടേ. നായ്ക്കള് തുടങ്ങി കേട്ടോ മീറ്റിംഗ്. നമുക്ക് ഇതുപോലെ ഒരു കുക്കറിൽ വെള്ളപ്പയർ നന്നായിട്ട് വറുത്തിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒരു തക്കാളി ഇട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ടിട്ട്. ഇത് വലിയ ആർഭാടങ്ങളുള്ള കറിയൊന്നുമല്ല, വെറുതെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ണിവാവയ്ക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് വെറുതെ വെക്കുന്നത്. എന്റെ ഒരു ഫ്രണ്ട് വെക്കുന്ന കറി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞ കളറും തരുന്നു കണ്ടപ്പോൾ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ്. അങ്ങനെ ഞാൻ വെക്കാൻ തുടങ്ങിയ ഒരു കറി കേട്ടോ. അതിന് കറി എന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം വെറുതെ മുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി മാത്രമേ ഇടുള്ളൂ, കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു, കുറച്ച് പുളിവെള്ളം ഒഴിച്ചിട്ട് എന്താ പറയാ വെളുത്തുള്ളി ഇട്ടിട്ട് വറുത്തിട്ട് ചെയ്യാട്ടോ. ചെറിയ ഉള്ളി ഇടില്ല, വെളുത്തുള്ളി മാത്രമേ ഇടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ്, എനിക്കിഷ്ടമാണ്. അപ്പൊ എല്ലാവർക്കും ഒരുപോലെ അല്ലല്ലോ, എന്റെ കാര്യം പറഞ്ഞു മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഇത് വേവിക്കാം. തട്ടിക്കൂട്ട് കറി കേട്ടോ. നമ്മൾ എന്ന് ഈ നാളികേരൊക്കെ അരച്ച് അങ്ങനെ കഴിക്കുന്നതിന് ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് നല്ലതാ. ഫോൺ വിളിക്കുന്നതാരും. അപ്പൊ ചെറുപയർ കഴിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വാവക്കുട്ടിക്ക് നെഞ്ചു വേനിക്കണോ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ജീരവെള്ളം വെക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ ഓരോ പേടിപ്പിക്കും എന്നെ. അങ്ങനെ വരിക്കണോ, ഉറപ്പൊക്കെ ശരിയായില്ലെങ്കിലും അങ്ങനെയൊക്കെ വരുന്നു തോന്നുന്നു അല്ലേ. വെള്ളപ്പയർ വിസിലിടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ്ടോ. അപ്പൊ അതൊന്ന് വേവട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോഴത്തേനും വാശി ചെയ്ത് കൊണ്ടു കൊടുക്കട്ടെ. ഞാൻ ഇത്ര നേരം എൻ്റെ അടുത്ത് തല്ലുണ്ടാക്കിയിരുന്നു. അപ്പൊ വയ്യാതായി ഇങ്ങനെ വളഞ്ഞിട്ട് വരും, മമ്മിയെ വയ്യാന്ന് പറഞ്ഞിട്ട്. ഉണ്ണി വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു പൊട്ടറ്റോ കൊണ്ടൊരു സംഭവം ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പൊട്ടറ്റോ ഉണ്ണി ഒന്ന് നമുക്ക് കൈമാറി കൊടുക്കാം. പണ്ട് രാജാക്കന്മാര് രാജ്യം കൈമാറുന്ന പോലെ. ഇവിടെ പോലെ വന്ന പോലെ ഭാര്യമാരും വിളിക്കണ പോലെ വിളിക്കണത് കൊണ്ട് വരട്ടെ. എന്നിട്ട് വാ തരാ. എനിക്ക് ചിരിക്കുന്ന സ്മൈൽ ഇട്ടിരിക്കുന്നത് സ്റ്റേ സിംഗിൾ ഫോർ എവർ. 2026 സിംഗിൾ ആണ്, കമ്മിറ്റഡ് ആണെന്ന് വെച്ചിട്ട് സ്നാപ്പിൽ കണ്ടു. അപ്പൊ സിംഗിളിന് അത്ര സിംഗിൾ ഫോർ വന്നു. അപ്പൊ ഞാൻ അതിനൊരു ചിരിക്കുന്ന സ്മൈൽ, തല കുത്തി ചിരിക്കുന്ന ഒരു സ്മൈൽ ഇട്ട് കൊടുത്തു. അതാണ് യോഗ ചങ്ങട് വിടുക. അതെ,
എന്റെ കണ്ണ് നോക്കിയിട്ട് പറയും ഇന്ന് കിടക്കണം എന്നുണ്ടെങ്കിൽ അത്ര ഇതില്ല തരും ഞാന്. എന്തുണ്ടാക്കാന്നാ പറഞ്ഞത്? എന്തുണ്ടാക്കാന്ന് പറഞ്ഞ ഇന്നലെ നമ്മൾ തമ്മിലൊരു കരാറുണ്ടായിരുന്നു. ഗീവയുടെ വീഡിയോ ഇവിടെ ഇടണില്ല കേട്ടോ, ഇടാഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞായിരുന്നു ഇന്നലെ എന്നോട് മിണ്ടിയില്ലേ, ഞാൻ ഗീവയുടെ വീഡിയോ ഇനി കൊടുത്തട്ടെ, ഞാൻ എന്നോട് മിണ്ടുള്ളൂ. അപ്പൊ പറഞ്ഞു നാളെ ഞാൻ എന്തായാലും ജോലി കഴിഞ്ഞ് ഞാൻ നാളെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അടുത്ത് ഗീവ ഇല്ല, ഞാൻ പറഞ്ഞു ഗീവയുടെ വീട് എന്നിടണം, അന്ന് എന്നോട് മിണ്ടിയാൽ മതി. അപ്പൊ അവിടെ എന്നോട് റിക്വസ്റ്റ് ചെയ്ത് കാര്യം പിടിച്ചിട്ട് പറഞ്ഞു നാളെ ഒരു ദിവസത്തില് ഞാനത് ഇട്ടിട്ടില്ലെങ്കിൽ മമ്മി എന്നോട് മിണ്ടണ്ടേന് തൊട്ട് പറഞ്ഞു. അപ്പൊ ഇടണ വരെ മിണ്ടണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഗീവയുടെ വീഡിയോന് ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. നമുക്ക് അതിന് കുറെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഒരുപാട് കമന്റ് ഉണ്ട് അതിൽ, 10-12,000 കമന്റ് ഉണ്ട്. ഇപ്പൊ 1000-2000 ഒക്കെ നമ്മൾ എന്നും ഇട്ടു. പക്ഷെ അതുകൊണ്ടാട്ടോ ഗിവ് വൈകുന്നത്. ഒരുപാട് കമന്റ്സ് ഇങ്ങനെ കാണാറുണ്ട്. നമുക്കും അത് എത്രയും പെട്ടെന്ന് കൊടുക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അത് കുറെ അതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഇങ്ങനെ ആയിട്ട് നമ്മൾ ആദ്യമായിട്ടല്ലേ, നമുക്ക് അതിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് അറിയണമുണ്ടായിരുന്നില്ല. അപ്പൊ അതൊക്കെ കൊണ്ടാട്ടോ. അപ്പൊ ഇനി അവളോട് നമുക്ക് ഇത്തിരി ദേഷ്യത്തിൽ നിൽക്കാം. ഞാൻ നല്ല പറഞ്ഞാട്ടോ, ഇതൊന്നും എനിക്കിത് കൊടുക്കാതെ എനിക്ക് സമാധാനം ഇല്ല ഇവിടെ. അത് ഓരോ ദിവസം നമുക്ക് അറിയുന്ന കാര്യം ചെറിയ വീഡിയോ എടുത്തങ്ങോട്ട് ഇടാം. അതിന് കുറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് അതങ്ങോട്ട് സെറ്റ് ആവാത്തതുകൊണ്ട് കുറെ ആപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി എന്നിട്ട് ഒന്നും ശരിയായില്ല. ആർക്കൊക്കെ മെസ്സേജൊക്കെ അയച്ചു, അവര് പറഞ്ഞതൊന്നും കൂടെ സെറ്റായില്ല കേട്ടോ. അതുകൊണ്ടാണ് വൈകിയത്. സോറി, നിങ്ങളോട് ഞാൻ സോറി ചോദിക്കണു. കാരണം വേണിച്ചിട്ടല്ല കേട്ടോ. നമ്മൾ ഗിവ് വിന്നറിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു, ഗിഫ്റ്റ് അയച്ചു കൊടുക്കുകയും ചെയ്തു കേട്ടോ. അത് അതിന് മുൻപ് എടുത്ത വീഡിയോ ആണ്, അതുകൊണ്ടാണേ. വാവേ, ഞാൻ അവളോട് മിണ്ടില്ല എന്ന് പറഞ്ഞേക്ക്. എന്റെ വാക്കിന് ഇവിടെ വില ഉണ്ടാവില്ലെന്ന് ഞാനും നോക്കട്ടെ. എന്റെ വാക്കിന് ഇവിടെ വില ഉള്ളൂ വെച്ചാൽ അതൊന്നും ഞാൻ കാണുന്നില്ല. ശരിക്കും എനിക്കൊന്നും ഇവിടെ നിന്ന് ഇതൊന്നും ചെയ്യാനൊന്നുള്ള ഒരു എനർജി എനിക്കില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ പകുതിയാക്കിയിട്ട് പോയില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യാ, അതൊരു പിടിയില്ല. ചെയ്യാം, നമ്മള് ഹെൽത്തി അല്ലേ, നമ്മള് ചെയ്യാം. അപ്പൊ ഇതുപോലൊരു പാത്രത്തില് വെള്ളം തിളപ്പിച്ചിട്ട് കേട്ടോ, കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അപ്പൊ നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് മുറിച്ചതിലേക്ക് എടുത്തിടാം. അപ്പൊ ഇത് നന്നായിട്ട് അങ്ങോട്ട് തിളക്കിയിട്ട് ഒരു 10 മിനിറ്റ് അപ്പോഴത്തേനും നമുക്ക് ബാക്കിയുള്ള ഇതിന് അരപ്പ് സെറ്റാക്കാം. നായ്ക്കളുടെ ഒരു ഉപകാരം കണ്ടോ, ചവിട്ടിയിട്ട് ഇങ്ങനെ ചളിയൊക്കെയാണ് പെയിന്റ് അടിക്കാറായിട്ടുണ്ട് കേട്ടോ. എനിക്ക് നമ്മുടെ മുരിങ്ങയുടെ മലത്ത് നിറയെ പൂക്കളുണ്ട് കേട്ടോ. ഞാൻ ഓരോ കൊമ്പായിട്ട് ഒടിച്ചിട്ട് ഞാൻ ഇങ്ങനെ മുരിങ്ങയുടെ ഇല കറി വെക്കും. എനിക്ക് മുരിങ്ങയുടെ ഇല അങ്ങനെ വല്ലാതെ വളരണേക്കാളും നല്ലത് കുറച്ചായിട്ട് ഇതാണ് നമ്മുടെ കറിവേപ്പില മരം കണ്ടോ. ഇനി അവിടെയൊക്കെ ഉണ്ട് കേട്ടോ, അവിടെയൊക്കെ ഉണ്ട്. രാത്രി കാണുന്നില്ല, രാത്രി ആണ് വെട്ടുന്നത്. രാത്രി വെട്ടാൻ പാടുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ വെട്ടിയേ പറ്റൂ. കൈ കിട്ടുമോ? കൈ കിട്ടി. അപ്പോൾ നമുക്കിതും കൊണ്ട് ഓടി രക്ഷപ്പെടാം. സോണി, അയ്യോ ഈശ്വര, സോണിയുടെ കരച്ചിലേക്കല്ലേ. സോണി ഇപ്പോൾ മഹാവളവത്തി കേട്ടോ, ഉള്ളിൽ കയറുക അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ ഫസ്റ്റ് ഫ്ലോർ ഇതാണ്, സെക്കൻഡ് ഫ്ലോർ അതാണ്, തേർഡ് ഫ്ലോർ അപ്പത്താട്ടോ. നല്ലതിന് വെട്ടിക്കും. നാളെ ഞാൻ 2 പണിക്കാരനെ വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ചെടികളിലൊക്കെ മണ്ണിട്ട് കൊടുക്കാനും അവിടുത്തെ ബാക്കത്തെ പുല്ലൊക്കെ ചെത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ചാണകപ്പൊടി ഞാൻ ഇടയ്ക്കിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. കുഞ്ഞാവൻ ഇഞ്ചി എനിക്കണോ പറഞ്ഞിട്ട് ഒന്ന് പേടിപ്പിച്ചു. അത് ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഫുഡ് കഴിക്കാതെ ബിസ്ക്കറ്റ് എടുത്ത് കഴിച്ചു എന്നോ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അരപ്പ് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് വേഗം തന്നെ സെറ്റാക്കിയിട്ട് ഇവിടെ അങ്ങോട്ട് പോവാം. അതല്ലേ നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. 2 വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് പെരിഞ്ചീരകം, കാശ്മീരി മുളക്, കുറച്ച് കറിവേപ്പില. ഇവിടെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അരയ്ക്കാനുള്ള ഒരു ഇതിന്. എന്നിട്ട് നന്നായി ഇളക്കിയിട്ട് മിക്സറി ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് കടുകിട്ട് കൊടുക്കാം കേട്ടോ. ഇതായിട്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട്. കുറച്ച് എണ്ണ ഒഴിച്ചു, കടുകിട്ടു, പിന്നെ കറിവേപ്പില, പിന്നെ ആ മസാലക്കൂട്ടങ്ങൾ ഇതിലേക്ക് കൂട്ടിയിട്ടോ. നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കാം. ഞാനതിലൊരു പട്ട ഇടണമെന്ന് വിചാരിച്ചാണ്. പട്ട വാവക്കുട്ടി ഇന്നും മറന്നിട്ട് വന്നിരിക്കുന്നു പറഞ്ഞിട്ട്. അതെൻ്റെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് കൂട്ടി കൊടുക്കാം. ഉപ്പ് ഓൾറെഡി ഇട്ടുണ്ട്, എന്നാലും നമുക്ക് ഈ മസാലയ്ക്കുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പൊട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾക്ക് കുറച്ച് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തക്കാളി, പിന്നെ നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മതി കേട്ടോ, കുറച്ച് മല്ലിപ്പൊടി. എനിക്കിങ്ങനെ പച്ചമുളക് പൊടി മല്ലിപ്പൊടിയുടെ ഒരു മണം ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു കറിക്ക്
ഇഷ്ടമാണ്. മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇതിൽ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ, അത് മുളക് പൊടിയുടെ കളറുണ്ട്. പിന്നെ ഉണ്ണി എന്താണ് വേഗം പാത്രങ്ങളെ അവിടെ ഒന്ന് കൊണ്ടിട്ട് മമ്മിയിൽ ഇവിടെ വീഴും. ഇവിടെ പാടി ഇവിടെ ശരി. അന്നൊരു ഉപ്പ് എടുത്തിട്ട് വന്നിട്ട് കൊട്ടിക്കാൻ റൂട്ടിനോട്ടെ. അപ്പൊ ഇത് ഇനി തിളക്കട്ടെ കേട്ടോ. തിളച്ചിട്ട് നമുക്ക് വറുത്തിടാം. കുറച്ചും കൂടി മുളക് ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ നമ്മൾ നാളികേരമൊക്കെ അരച്ചിട്ട് ഞാൻ വെക്കും കേട്ടോ വെള്ളപ്പയർ. അത് നല്ല ടേസ്റ്റാണ്. ഇത് വേറൊരു ടേസ്റ്റ് കേട്ടോ. അപ്പൊ നമ്മൾ ഫ്രൈ കൂട്ടം ഫ്രൈ ആയി വരുന്നത് കേട്ടോ. അത് ജോലി പിടിച്ചിരുന്ന് ഇളക്കട്ടെ നേരെ. അവള് സഹായിക്കുന്നു പറഞ്ഞാൽ അവള് സഹായിക്കാതെ ഓടി രക്ഷപ്പെട്ടു. അടുക്കളയൊക്കെ നല്ല മെസ്സായിട്ടുണ്ട് കേട്ടോ. കണ്ണൊക്കെ നീര് വന്നേക്കുന്നത്. ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഡേഞ്ചറാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എനിക്ക് നിൽക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ ഞാൻ ലേറ്റ് പോയില്ലേ. പിന്നെ രാത്രി കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാണ്ട് അതും ബുദ്ധിമുട്ടല്ലേ. പിന്നെ അതുമല്ല ചപ്പാത്തി കുറേ ദിവസം ഇങ്ങനെ കഴിച്ചിട്ട് രാത്രി അതും കഴിക്കാൻ പറ്റണില്ല. പിന്നെ പുറത്തു പോയിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ പക്ഷിപ്പനിയൊക്കെ മാറിയെന്ന് അറിയില്ലല്ലോ. ഞാനിപ്പോൾ ചിക്കൻ കഴിക്കാൻ അയക്കില്ല കേട്ടോ. പക്ഷിപ്പനിയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. കാരണം അങ്ങനെയൊക്കെ ആകുമ്പോൾ അത് കഴിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കഴിക്കാൻ ഞാൻ അയക്കണില്ല. ഇന്ന് പോയിട്ട് കഴിക്കും. ഞാൻ ഇന്ന് പോയി കഴിച്ചിരിക്കും TNT എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വിട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അവർ പൂലാച്ചിട്ടാണ്. അവരല്ല ഉണ്ണി അവളെ മാത്രമേ നമ്മൾ സൂക്ഷിക്കേണ്ടുള്ളൂ ഈ കാര്യത്തിൽ. ചെറുത് പാവ അതതിൻ്റെ പാടെ നോക്കിയിരുന്നോളൂ. അതിന് അങ്ങനെ വലിയ ഡിമാൻഡ്സ് ഒന്നും ഇല്ല കഴിക്കേണ്ട കാര്യത്തിൽ. അല്ലാത്ത കാര്യത്തിലൊക്കെ നല്ല ഡിമാൻഡ്സാണ് കേട്ടോ. ഇവിടുത്തെ അമ്മായിമ്മേ ഞങ്ങൾ പേടിച്ചിട്ടാ കഴിയുന്നത്, വെറുതെ പറയാം കേട്ടോ. അപ്പം അതുകൊണ്ട് ഇനി ആ ചെറുപയറും കൂടെ വറുത്തിട്ട് കഴിഞ്ഞാൽ വേഗം പോയിട്ട് ഇരിക്കാം. എനിക്കിങ്ങനെ കുറേ കറികൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്ക് ചോറ് കൊടുക്കാനായിട്ടാണ് ഇഷ്ടം. അല്ലാതെ ഒരു കറി വെച്ച് അങ്ങനെയല്ല. ഞാൻ കുറച്ചൊരു സ്ഥലങ്ങളുടെ അടുത്ത് കുറേ കറികൾ ഉണ്ടാക്കും. എന്നിട്ട് അവർ കഴിച്ചിട്ട് ഹായ് നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്കൊരു സന്തോഷമില്ലേ. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒക്കെ കഴിയും. പക്ഷെ ഇതിൽ കളർ ഫോണിൽ വേറെ കളറാട്ടോ കാണിക്കുന്നത്. പക്ഷെ നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് നല്ല ഫ്രൈ കൂട്ടനായിട്ടുണ്ട്. ഫ്രൈ കൂട്ടെന്ന് പറഞ്ഞപ്പോഴേക്ക് ഓർമ്മ വന്നത് എന്താ പറയുക, എന്തോ ഈ ഒരു വാക്ക് എവിടെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. സ്പൈ കൂട്ടെന്ന് പറയില്ലേ ബിഗ് ബോസ് ഇല്ലാലേട്ടൻ, അതാട്ടോ ഓർമ്മ വന്നേ. അപ്പോൾ നമുക്ക് അങ്ങനെ ചെറുപയറും കൂടെ അവിടെ വറുത്തിടാം. നന്നായി ചൂടാവുമ്പോൾ കടുകിടുക. എന്നിട്ട് കടുക് എന്ന് പറയണേ. നിങ്ങൾ ആരെയും പറയാറുണ്ടോ അങ്ങനെ? ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് കേട്ടോ. നമ്മൾ സ്വയം ഒറ്റയ്ക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ചില സമയത്ത് വർത്താനം പറയില്ല. എനിക്ക് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ട് കേട്ടോ. തനിയെ നിന്ന് വർത്താനം പറയും ഇടയ്ക്കൊക്കെ കേട്ടോ. ഇടയ്ക്കൊക്കെ തനിയെ നിന്ന് വർത്താനം പറയും. ഇപ്പോൾ ഇങ്ങനെ സോണിയുടെ അടുത്ത് ഇങ്ങനെ ഓരോന്നും അങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. വെള്ളപ്പയറും ഏകദേശം സെറ്റായിരുന്നു. ഇതൊക്കെ നിങ്ങൾ ഫോണിൽ കാണുമ്പോൾ അല്ല, നേരിൽ സംഭവം സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ ഇത് വറുത്തതും കൂടി ആവുമ്പോഴേക്ക് സെറ്റായിക്കോളും. വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് കേട്ടോ. ഇപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. ഇതാട്ടോ നമ്മളെ വെള്ളപ്പയർ കറി ഞാൻ വറുത്തിട്ടുണ്ട്. വെളുത്തുള്ളി മാത്രമേ കുത്തിയിട്ടിട്ടുള്ളൂ. പിന്നെ ചെറുപയർ ഞാൻ കുറച്ച് ഇങ്ങനെ വെള്ളം പോലെ വെച്ചാട്ടോ. നമ്മുടെ വാവക്കുട്ടിക്ക് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ്. ഡ്രൈ ആയിട്ടുള്ളതിനേക്കാളും വാവക്കുട്ടിക്ക് ഇങ്ങനെ ഇഷ്ടം. അപ്പോൾ വാവക്കുട്ടിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ആക്കിയതാണ്. ഒന്നും കൂടി ഡ്രൈ ആക്കിയാലും നന്നായിട്ടുണ്ടാവും കേട്ടോ. പിന്നെ പൊട്ടറ്റോ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്യാം, നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരു ഫുഡ് കഴിച്ചോട്ടെ. അപ്പോൾ എൻ്റെ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല. ഇനി കുറച്ച് നേരം പോയി കിടക്കണം. പിന്നെ ഉണ്ണി പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് പാത്രങ്ങളൊക്കെ എടുത്തിട്ട് കഴിക്കോട്ടെ. പിന്നെ എന്തോ പറയാമെന്ന് മറന്നു. അല്ല നമ്മളാണെന്ന് പെട്ടെന്ന് പാത്രം കഴുകും. പക്ഷെ ഇവർക്ക് കുറേ നേരം വേണം. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ 50 അവിടെ നിന്ന് 5 മിനിറ്റ് കഴുകിയെടുക്കുന്നെങ്കിൽ എനിക്കൊരു പാത്രം കഴുകുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മടിയില്ല കേട്ടോ. പിന്നെ കഴുകി അവിടെ തന്നെ വെക്കാനുള്ള ഒക്കെ സ്ഥലവും എല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് പിന്നെ അല്ലെങ്കിൽ കഴുകി അപ്പുറത്ത് കൊണ്ടുപോകുക അങ്ങനെയൊന്നും അല്ലല്ലോ. ഒക്കെ അവിടെ തന്നെ അല്ലേ വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെ ഈസിയാണ് എനിക്ക്. അവർക്ക് അത്ര ഈസി എന്നല്ല എന്ന് തോന്നുന്നു. അപ്പോൾ നഖം പൊട്ടും അത് ഇതെന്നൊക്കെ പറയും. പക്ഷെ അടുക്കളയിൽ പാത്രം ഇങ്ങനെ ഇടുന്നത് എനിക്കിഷ്ടമല്ല. ഞാൻ അത്രയും വയ്യച്ച മാത്രമേ ഇടുള്ളൂ. ഞാൻ രാത്രി കൂടെ പാത്രം കേട്ടോ. അപ്പം എൻ്റെ അപ്പുറത്തെ ഫ്രണ്ട് പറയും പാതിരാത്രിക്കൊക്കെ പാത്രങ്ങളിലിട്ട് കുത്തുന്ന സൗണ്ട് കേൾക്കാമെന്ന് പറയും. കാരണം ഇവിടെ ഞങ്ങളുടെ നേരെ കേൾക്കുമല്ലോ. അപ്പം അങ്ങനെ എന്തായാലും നമുക്ക് അവിടെ കുറച്ച് നേരം ഇരിക്കാം. എന്തായാലും ഉണ്ണിയോട് അഭിപ്രായം ചോദിക്കാൻ കറികളുടെയൊക്കെ എങ്ങനെയുണ്ട്. കള്ളത്തി എന്താ കള്ളത്തി എവിടെ? നമ്മുടെ കള്ളത്തിയില് ഞാൻ എനിക്ക് വീഡിയോ ഒന്ന് കൊടുക്കണം എന്നുള്ളതുകൊണ്ടാണ്. ശരി, പോയിട്ട് പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ട് കഴുകുവോ? പാത്രങ്ങളൊക്കെ അങ്ങോട്ട് എടുത്തിട്ടാ കഴുകുമാണ്. ഇനിയൊന്നും ചോറില്ല. ഇന്നില്ല ഞാൻ വെച്ച ചോറില്ല മമ്മി, ലോഡ് പാത്രമുണ്ട്. അപ്പൊ ചോറിനുണ്ടെന്ന് കേട്ടോ. എനിക്ക് വയ്യാതിരിക്കുമല്ലോ. എന്താണ് പ്രശ്നം? ഞാൻ അവിടെ എനിക്ക് നിക്കാൻ വയ്യാതെ പോലും ഞാൻ അതൊക്കെ കുക്ക് ചെയ്ത് തന്നു. നമുക്കെന്താ പ്രശ്നം? ഇവിടെ ഒരാൾ ഇരുന്ന് എഴുതട്ടോ. കഴിക്കാൻ വരുന്നില്ലേ? അവിടെ ടെസ്റ്റർ വന്നിട്ടുണ്ട്. ഒക്കെ പാത്രത്തിൽ നിന്നൊക്കെ ഒഴിച്ചേക്കണം കേട്ടോ.
ന്യൂ ട്രൈ ആട്ടോ. നല്ല ടേസ്റ്റ്. ആണെങ്കിൽ അടിപൊളി. പിന്നെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ല നല്ല മറ്റേ വെള്ളപ്പയറിന്റെ മാത്രം ഒന്ന് എങ്ങനെയുണ്ട് എന്നാണ്. ആ എന്നിട്ട് അതിനൊക്കെ അതെ നല്ല ടേസ്റ്റ് ഉണ്ട്. അതെ, അത് ഫ്രൈഡ് റൈസിന്റെ ഒപ്പം നന്നായി ഉണ്ടാവും. വെള്ളപ്പയർ കറി ഞാൻ പറഞ്ഞു ഭയങ്കര ഇഷ്ടം അവർക്ക് ഇങ്ങനെയാണ്. പക്ഷെ നാളെ അവർക്ക് ഇഷ്ടമല്ല. ഇത് നല്ല ടേസ്റ്റ്. ആ ശരി, എന്നാലും നിങ്ങൾ കഴിക്കല്ലേ? അപ്പൊ ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്, ചോറും ഒക്കെ സെറ്റ് ആയിട്ടുണ്ട്. ആ കുട്ടി പോയിട്ട് എടുത്തിട്ട് പോയിട്ടോ കഴിക്കാം, അവള് പഠിക്കാനല്ലോ. അപ്പൊ നമ്മളുടേതാണ്ടോ ഈ റാക്ക് വൃത്തിയാക്കാണ് കേട്ടോ. നമ്മള് ഇടയ്ക്കൊന്ന് ഡീപ് ക്ലീനിങ് ചെയ്യും പറഞ്ഞില്ലേ. സകല സാധനങ്ങൾ എടുത്ത് പുറത്തിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെയുള്ളതെന്ന് അറിയില്ല. വേണ്ടതൊക്കെ എടുത്തിട്ട് വേണ്ടതൊക്കെ കളയണം കേട്ടോ. അതവിടെയൊക്കെ നിറച്ചുണ്ട്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് കേട്ടോ വീട് കിടക്കുന്നപ്പോ. നോക്കിയേ, എല്ലാം വാരി വലിച്ചെടുത്തിട്ടു. നമുക്ക് വേണ്ടത് സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് കളയാട്ടോ. അപ്പൊ കളയുന്ന കൂട്ടത്തില് ഈ സാധനത്തിന് നമുക്ക് കളയാം. ഞാൻ ഈ സാധനത്തിന് ഒഴികെന്ന് പറയുന്നു വിചാരിച്ചു. ഞാൻ പറയുമായിരുന്നു. ഞാനതല്ല ആലോചിക്കണേ, ഈ നാല് റാക്കില് ഒരു വീടിനുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. അതെ, ഇത്രയും സാധനങ്ങൾ നമുക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ ആലോചിക്കും. ഈ ഒരു റാക്കില് ഇത്രയും സാധനങ്ങൾ കൊണ്ടു. അതെ, ഇതൊരു മിനി ഹൈപ്പർ മാർക്കറ്റ് ആണ്. കണ്ടോ, എല്ലാം സ്റ്റോക്ക് ഉണ്ടാവും. കപ്പൊക്കെ കണ്ടോ, അതും ഡിഫറെന്റ് സൈസിൽ. ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, എന്നാലും മമ്മി ഇതേപോലെ എല്ലാം മേടിച്ചു വെക്കും. ഐ മീൻ സ്റ്റോക്ക് ആക്കി വെക്കും. ഡിഫറെന്റ് കളേഴ്സിൽ ഡിഫറെന്റ് സൈസില്. അങ്ങനെയല്ല കേട്ടോ, നമ്മള് മോളില് ഫുഡ് കഴിക്കാറുണ്ട്. അപ്പൊ നമ്മള് കപ്പ് ഇങ്ങനെ വെള്ളമൊക്കെ ഇട്ട് ബക്കറ്റിൽ വെള്ളം വെക്കുമ്പോ ചെറിയ കപ്പ് ഇട്ട് വെക്കാറുണ്ട്. അപ്പൊ അതൊക്കെ ഓർത്ത് ഞാൻ വാങ്ങിയതാ. ആ കൽക്കണ്ടാണ്. ശരി, അങ്ങോട്ട് വെക്കി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇത് വേറെ കളക്ഷൻ. പിന്നെ കുറച്ച് ബെഡ്ഷീറ്റ് കളക്ഷൻ ഉണ്ട്. ബെഡ്ഷീറ്റ് അല്ല, ഇത് നല്ല ചവിട്ടിയാണ് കേട്ടോ. ഇതൊരു ചവിട്ടി. അങ്ങനെ ഇതൊന്നും നമ്മളുടെ എല്ലാവരും ഓൾറെഡി മാറ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ വാ വരുമ്പോൾ എമർജൻസി മാറ്റാണ്. നമുക്ക് ആവശ്യം വരുമ്പോ വൃത്തിയില് വീടൊക്കെ തുടച്ച് കഴിഞ്ഞൊക്കെ ഇടുമ്പോ. മിനി ഹൈപ്പർ മാർക്കറ്റ് ആണ്. ഞാൻ കണ്ട ഇടയ്ക്ക് ചവിട്ടി മാറ്റും കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതുപോലെ ആ കിച്ചൺ ടവൽ കാണിച്ചേ പോന്ന, ഈ കിച്ചൺ ടവൽ എന്റെ അടുത്ത് 1-2 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ല കേട്ടോ. ഇത് പോന്ന ഇത് നൂർത്തി കാണിക്കും. ഇതിന്റെ ലിങ്ക് ഉണ്ട്, ഞാൻ കൊടുക്കാം. പക്ഷെ നല്ല കേട്ടോ, കോട്ടന്റെ ആണ്. നമുക്ക് കിച്ചൺ ഗ്യാസ് ഒക്കെ തുടച്ച് വൃത്തിയാക്കാനൊക്കെ ഞാൻ ഫസ്റ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചാണ്. ഇപ്പൊ നമ്മളുടെ വേറെത് നമ്മളെ പേപ്പർ പോലുള്ളത് യൂസ് ചെയ്യുന്നോണ്ട് ഇതൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ ഞാൻ ഇതുപോലെ അത് യൂസ് ചെയ്ത പിന്നെ ഇതൊന്നും നമുക്ക് യൂസ് ചെയ്യാൻ. അതെ, ഇതൊക്കെ ഞാൻ ഇതിന്റെ ലിങ്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ കൊടുക്കാം കേട്ടോ. നൂർത്തി കാണിച്ചേ പോന്നെ. ഇത്രയും കിച്ചൺ ടവൽസ്. പിന്നെ ഇതൊരു മാറ്റ്. അത് മാറ്റ് നമ്മൾ അത്യാവശ്യമൊക്കെ ഇങ്ങനെ വരുമ്പോ ഞാൻ ഇടുന്നതാണ്. അപ്പൊ എന്തായാലും അത് എന്താ അതിന്റെ ഇടയിൽ കൂടെ പരിപാടി. മധുരം ഇങ്ങനെ കഴിക്കണ്ട. അപ്പൊ അത് കഴിഞ്ഞു. ഇതൊക്കെ ഞാൻ ലിങ്ക് ഉണ്ട് കൊടുക്കാട്ടത്. ഞങ്ങൾക്ക് മുൻപ് വാങ്ങി വെച്ചതാണ്. പക്ഷെ സംഭവം അടിപൊളിയാ. വലിയ റേറ്റ് ഒന്നും ഇല്ല. അത് നൂർത്തിയിട്ടില്ല. പണ്ട് ഞാൻ ഉണ്ണീനെ എന്ത് വേണ്ടാറ് പേടിപ്പിക്കുക. ആൾക്കാർ വരുന്നു പാവം നല്ല പേടിക്കാല്ല. പാവം മമ്മീനെ പേടിക്കണ പോലെ അഭിനയിക്കും. അതെ, 1 വയസ്സിൽ കേട്ടോ. ഇതാണ്ട് ഇത് നല്ലൊരു മാറ്റാട്ടോ. നല്ല അടിപൊളി. ഒന്നുമില്ല, പറയേ ഒന്നുമില്ല. ഇത് വെച്ചാൽ നമ്മള് സ്റ്റാൻഡ്. ഇതൊക്കെ പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഒരു മിനി ഹൈപ്പർ മാർക്കറ്റ്. ഇതിന്റെ ഒക്കെ ആവശ്യം എന്താണ് ഇവിടെ? ഇതെന്താ വെച്ചാൽ ടവലുകളില്ലേ അവിടെ ഇവിടെയും കൊണ്ടിടും. അപ്പൊ അങ്ങനെയല്ല വെക്കാത്, തിരിച്ചിട്ട് വെക്കുക. അല്ല ഇങ്ങനെ വെച്ച് 2 ടവൽ നമുക്ക് ഇടാം. അങ്ങനെയാണ് വെക്കുക. അതെ, അങ്ങനെ തന്നെ വെക്കുക. ഇങ്ങനെയാണ് വെക്കുക. അങ്ങനെ തന്നെ ഞാനും പറഞ്ഞേ. ഇങ്ങനെ മമ്മി ഇങ്ങനെ പറഞ്ഞു. എടാ കുട്ടി ഇങ്ങനെ ഇപ്പൊ ഉണ്ണി കാണിച്ചതാ പറഞ്ഞതിന് കറക്റ്റ്. അതെ, പ്രാഗത്തിനെ കൊണ്ട് തോറ്റു. ഇത് നമ്മൾക്ക് ടവലുകളൊക്കെ ഇടാൻ വേണ്ടി നേരെ വെക്കടാ. വെച്ചുണ്ട്, നേരെ വെക്കട പൊന്നാ. വെച്ചുണ്ട്. ഞാൻ വെക്കണ പോലെ വൃത്തിക്ക് വെച്ചാ മതിയുള്ളൂ. പറ, ഞാൻ വെക്കണ പോലെ വൃത്തിക്കാമ വെച്ചാണ്. കഴിഞ്ഞോ? ഇപ്പൊ വരാം. അതാ അയ്യോ. ഇപ്പൊ ഞാൻ അടുത്തതൊന്നും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഞാനൊരു മാറ്റാണ്. സാരിയായിട്ടും കൊടുക്കാം. ഇതും നല്ല ഭംഗിയുണ്ട്, കളർഫുൾ ആയിട്ടുണ്ട്. അത് ഞാൻ ഇവിടെ ഇടാൻ വേണ്ടി വാങ്ങിച്ചു. എന്നിട്ട് രാത്രി ടി വി ഒക്കെ അവിടെ താഴെ ഇരുന്നിട്ട് അപ്പോഴത്തേക്ക് നമ്മള് ടിവിയുടെ ബോർഡ് പോയി. ഇനി അതിന് 10,000 രൂപ ഇറക്കണം. ഞാൻ റിച്ചാണ്, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. അത് നമ്മൾ ഇവിടെ ഇടും കേട്ടോ. ഒന്ന് തുടക്കലൊക്കെ കഴിഞ്ഞിട്ട്. പിന്നെ ഇതൊക്കെ എന്റെ പുളി ശേഖരങ്ങളാണ് കേട്ടോ. ഇതിൽ നിറച്ച് പുളിയുണ്ട്. അതിൽ പുളി കഴിഞ്ഞു, അതിൽ പുളി. ഇതൊക്കെ അരി സാധനങ്ങള്, അങ്ങനെയുള്ള നെല്ല്, അങ്ങനെയുള്ള ആ ഫ്ലാസ്കിന്റെ ഏട്ടൻ കൊണ്ടുവന്ന ഫ്ലാസ്ക് ഒക്കെയാണ്.
പപ്പ അതില് പാന്റി ഒക്കെ ഇട്ട് കുതി നിറച്ചിട്ട് പോകാൻ കൊണ്ടേക്ക്. സ്ഥലമില്ലാത്തോണ്ട്. ശരി ശരി. അങ്ങനെ കൊറേ എന്താണ് അങ്ങനെ കൊറേ ഐക്കോണിക് സാധനങ്ങൾ പപ്പ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതെ കാണിച്ചിട്ട് വല്ലാതെ കാണിക്കലായി. അത് പലരും ചോദിച്ചോ? പോരെ. ഇതിനകത്ത് കുറേ സാധനങ്ങൾ കളഞ്ഞു കേട്ടോ. കുറേ സാധനങ്ങൾ കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രം വെച്ചാൽ മതി. നമ്മൾ കബോർഡിനകത്തൊക്കെ വെക്കുമ്പോൾ ചില ബോക്സുകളൊക്കെ ഉണ്ടോ അതേപോലെ കളറാവും. അപ്പോൾ നമ്മൾ കുറേ നാൾ കൂടുമ്പോൾ അതൊക്കെ എടുത്ത് കളയണം കേട്ടോ. അപ്പോൾ ഞാൻ കുറേ കത്തിക്കാനിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് മാത്രമേ എടുത്ത് വെക്കണുള്ളൂ. അപ്പോൾ ഇതൊരു ഫാനാട്ടോ, നല്ലൊരു ഫാനാണ്. ഞാൻ ഇവിടെ ഫാൻ വാങ്ങിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചു ആ ചേച്ചിക്ക് കൊടുക്കാമെന്ന് കേട്ടോ. സഹായത്തിന് വന്ന് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊന്നും യൂസൊന്നും ഇല്ല, പിന്നെ പാവ അവർ കൊണ്ടുപോകട്ടെ എന്ന് വിചാരിച്ചു. ഇതൊക്കെ എൻ്റെ ഏട്ടൻ്റെ കേട്ടോ. ഇതും സ്റ്റോറേജ് ബോക്സ് ആട്ടോ. നമ്മൾക്ക് ഫ്രിഡ്ജിലൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള കണ്ടെയ്നറാണ്. അടിപൊളിയാട്ടോ. ഇത് അതിനേക്കാളും ഒന്നും കൂടെ ഒതുക്കുണ്ട്. നമുക്ക് കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇപ്പൊ മല്ലിയില, അതുപോലെ കറിവേപ്പില, അങ്ങനെ നമുക്ക് കുറച്ച് പുതിന അങ്ങനെയൊക്കെ വെക്കാൻ നല്ലതാട്ടോ. ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ നമ്മൾക്ക് പ്രൊമോഷൻ വന്നതാട്ടോ. ഞാൻ ഈ ഇടയ്ക്ക് കണ്ടു, ഇത് നമ്മൾ ഗ്യാസിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ ചൂട് ഒരുപാട് നിലനിൽക്കും, ഗ്യാസ് വേസ്റ്റ് ആയി പോയില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇതൊന്നും ജസ്റ്റ് നോക്കി നോക്കാം. ഇത് നമുക്ക് പ്രൊമോഷൻ വന്നതാണ്. അപ്പൊ നമ്മൾ വിചാരിച്ചു അതെവിടെ വെക്കുകയെന്ന്. ഇപ്പോഴാണ് ഇതിൽ കറക്റ്റ് യൂസ് മനസ്സിലായത്. എന്താ കുഞ്ഞാവേ?